ഹായ് ഹലോ എല്ലാവർക്കും ഐറ്റ്യൂട്ടൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ 2020 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത്. ആദ്യത്തെ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 26 മുതൽ 50 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 26ാമത്തെ ക്വസ്റ്റ്യൻ 26. വിത്ത് റെഫറൻസ് ടു ദ ബുക്ക് ദേശർ കഥ written by Sakram Ganesh Desukar during the freedom struggle, consider the following statements. First statement, it warned against the colonial state's hypnotic conquest of the mind. Second statement, it inspired the performance of Swadeshi street plays and folk songs. Third one, the use of Desh by Desukar was in specific context of the region of Bengal. സോ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻ എ 1 and 2 ഓൺലി, ഓപ്ഷൻ ബി 2 and 3 ഓൺലി, ഓപ്ഷൻ സി 1 and 3, ഓപ്ഷൻ ഡി 1, 2 and 3. സോ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് എന്ന് നോക്കി നമുക്ക് ജസ്റ്റ് ഒരു എലിമിനേഷൻ ട്രിക്ക് യൂസ് ചെയ്ത് നോക്കാം. എന്താണ് ഇവിടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. ദ യൂസ് ഓഫ് ദേശ് ബൈ ദേശുകാർ വാസ് ഇൻ സിഗ്നിഫിക്കൻറ്റ് കോണ്ടെക്സ്റ്റ് ഓഫ് ദ റീജിയൻ ഓഫ് ബംഗാൾ. ഓക്കെ, സോ ദേശ് എന്ന് ഇവിടെ ദേശുകാർ യൂസ് ചെയ്യുന്നത് എന്താണ്? ബംഗാൾ റീജിയനെ മാത്രമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം ഇത് എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്? ഫ്രീഡം സ്ട്രഗിളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് പറയുന്നത്. സോ ആൻഡ് ഓൾസോ ദേശർ കഥ ബൈ സക്രം ഗണേഷ് ദേശുകാർ. സോ ഇത് ഫ്രീഡം സ്ട്രഗിളിനെ പറ്റിയാണ് പറയുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഫ്രീഡം സ്ട്രഗിളിൻ്റെ ഒരു ബുക്ക് വരുമ്പോൾ അതിൽ ദേശ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പർട്ടിക്കുലർ റീജിയൻ മാത്രം ആവുക എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ അതൊരു എന്താണ് ഭയങ്കരമായിട്ടൊന്ന് ചുരുങ്ങി പോവുകയാണ് ആ ഒരു റീജിയൻ മാത്രമാകുമ്പോൾ. ഓക്കെ, സോ നാരോ ബേസാണ് എന്ത് അവിടെ വരുന്നത്. പക്ഷേ ദേശം എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫ്രീഡം സ്ട്രഗിളിൽ ദേശം എന്ന് പറയുമ്പോൾ അത് എൻ്റയർ കൺട്രി ആയിരിക്കും എന്ത് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ എടുത്താൽ ഓക്കെ, ദേശം എന്ന് പറയുന്നത് ബംഗാൾ റീജിയൻ മാത്രമല്ല, ഇവിടെ പറയുന്നുണ്ട് സ്പെസിഫിക് കോണ്ടെക്സ്റ്റ് ഓഫ് ബംഗാൾ എന്നാണ് പറയുന്നത്. എക്സ്ട്രീം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും അത് വരുന്നുണ്ട്. സോ ഒരു സ്പെസിഫിക് കോണ്ടെക്സ്റ്റ് ഓഫ് ബംഗാൾ മാത്രമല്ല, അത് ഓൾ ഇന്ത്യ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് എടുത്താൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവും, ഏത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിപ്പോവും? മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും? 3 തെറ്റാകുമ്പോൾ ബിയും സിയും ഡിയും ഓട്ടോമാറ്റിക്കായിട്ട് എലിമിനേറ്റ് ആയി പോകും. സോ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആയിരിക്കും, 1 and 2 ഓൺലി ആയിരിക്കും. ഓക്കെ, സോ അതാണ് വരുന്നത്. അപ്പോൾ ദേശർ കഥയെ പറ്റി പറയുമ്പോൾ എന്താണ്? 1904 എന്ത് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. 1904 ദേശർ കഥ പബ്ലിഷ് ചെയ്യുന്നത് ബൈ ഹൂം? സക്രാം ഗണേഷ് ദേശുകാർ. ഓക്കെ, ആൻഡ് എന്തിനെ പറ്റിയായിരുന്നു? എക്സ്പ്ലോർഡ് ഹൈപ്പോട്ടനിക് കോൺക്വസ്റ്റ് ഓഫ് ദ മൈൻഡ് ഓഫ് ബ്രിട്ടീഷ്. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. വാർഡ് അഗെയിൻസ്റ്റ് ദ കൊളോണിയൽ സ്റ്റേറ്റ്സ് ഹിപ്നോട്ടിക് കോൺക്വസ്റ്റ് ഓഫ് മൈൻഡ്. Okay, and also not only economic exploitation, they also subjugated the Indian psyche through cultural and psychological denomination. Okay, അവരെന്താണ് ജസ്റ്റ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ മാത്രമല്ലായിരുന്നു ഇതൊരു കൺസിഡർ ചെയ്യുന്നത്. എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ്റെ കൂടെ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ്റെ കൂടെ തന്നെ എന്തും കൂടെ ഉണ്ടായിരുന്നു? ഒരു സൈക്കി കൾച്ചർ. ഓക്കെ, അതായത് എന്താണ്? ഒരു സൈക്കോളജിക്കൽ ഡൊമിനേഷൻ. അതും കൂടെ എന്താണ് അവർ ഇതിന് ഉദ്ദേശിച്ചിരുന്നു. സൈക്കോളജിക്കൽ ഡൊമിനേഷൻ അതും എന്താണ് ഇതുവഴി അവർ ഉദ്ദേശിച്ചിരുന്നു. ആൻഡ് ഓൾസോ ഇതെന്തിനാണ് നമ്മുടെ ആ ഒരു ടൈമിൽ 1904 എന്ന് പറയുമ്പോൾ എന്താണ് അതിന് ശേഷം മെയിനായിട്ട് വരുന്നൊരു ഇൻസിഡൻറ്റ് സ്വദേശി മൂവ്മെൻ്റ് ആണ്. സോ സ്വദേശി മൂവ്മെൻറ്റിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഈ ഒരു ബുക്ക്, സ്വദേശി മൂവ്മെൻറ്റ്. സോ സ്വദേശി മൂവ്മെൻറ്റ് എന്താണ്? ബംഗാളിൻ്റെ പാർട്ടീഷൻ കാരണമാണ് സ്വദേശി മൂവ്മെൻറ്റ് വന്നത്. സോ സ്വദേശി മൂവ്മെൻറ്റ് എന്താണ് ഈ ഒരു ബുക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദേശം എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് കോണ്ടെക്സ്റ്റ് ഓഫ് ബംഗാൾ റീജിയൻ എന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ് ഇവിടെ അദ്ദേഹം ദേശം യൂസ് ചെയ്യുന്നത് എന്താണ്? ഹോൾ ഓഫ് ഇന്ത്യയാണ് യൂസ് ചെയ്യുന്നത്. ഹോൾ ഓഫ് ഇന്ത്യ. ഓക്കെ, നോട്ട് ഓൺലി ബംഗാൾ ബട്ട് ഹോൾ ഓഫ് ഇന്ത്യ. ഓക്കെ, മുഴുവൻ ഇന്ത്യയാണ് ദേശം എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, സോ അപ്പോൾ അതാണ് 26th ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്. നമുക്ക് ഓപ്ഷൻ സി സ്റ്റേറ്റ്മെൻറ്റ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ദേശം എന്ന് പറയുന്നത് ഇവിടെ സ്പെസിഫിക് കോണ്ടെക്സ്റ്റ് ഓഫ് ബംഗാൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ബംഗാൾ മാത്രമല്ല, എന്താണ് ഹോൾ ഓഫ് ഇന്ത്യയാണ് വരുന്നത്. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് 26th ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1 and 2 ഓൺലി ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 27. The Gandhi-Irwin Pact included which of the following? First statement, invitation to Congress to participate in the Round Table Conference. Second statement, withdrawal of ordinances promulgated in connection with the civil disobedience movement. Third statement, acceptance of Gandhiji's suggestions for inquiry into police excess. Next, fourth statement, release of only those prisoners who were not charged with violence. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 1, 2, 4, ഓപ്ഷൻ സി 3 only, ഓപ്ഷൻ ഡി 2, 3, 4.
അതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഗാന്ധി ഇർവിൻ പാക്റ്റിനെ പറ്റിയാണ് പറയുന്നത്. നമുക്കറിയാം ഗാന്ധി ഇർവിൻ പാക്റ്റ് ഏത് വർഷമായിരുന്നു? 1931 സിവിൽ ഡിസൊബീഡിയൻസിനൊക്കെ ശേഷമാണെന്ത് ഗാന്ധി ഇർവിൻ പാക്റ്റ് വന്നത്. 1931 മാർച്ച് 5 ഗാന്ധി ഇർവിൻ പാക്റ്റ് വരുന്നത്. ഓക്കെ, സോ അതിലെന്താണ് കുറച്ച് കാര്യങ്ങൾ ഗാന്ധി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗാന്ധി ഇർവിൻ തമ്മിലുള്ള പാക്റ്റാണ്. സോ അതിലെന്താണ് ഗാന്ധി കുറച്ച് കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ തിരിച്ച് ബ്രിട്ടീഷുകാരുടെ സൈഡിൽ നിന്നാണ് കുറച്ച് ഡിമാൻഡ്സും കാര്യങ്ങളൊക്കെ സജഷൻസും ഒക്കെ പറയുന്നുണ്ട്. സോ അതാണ് ഈ ഒരു പാക്റ്റിൽ ഇൻക്ലൂഡ് ആവുന്നത്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഗാന്ധി ഇർവിൻ പാക്റ്റിൽ വരുന്നതെന്നാണ് ചോദിച്ചത്. അത് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? ഇൻവിറ്റേഷൻ ടു കോൺഗ്രസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ റൗണ്ട് ടേബിൾ കോൺഫറൻസ്. ഓക്കെ, കാരണം ഈ ഗാന്ധി ഇർവിൻ പാക്റ്റിന് ശേഷമാണ് എന്ത്, അല്ലെങ്കിൽ സിവിൽ ഡിസൊബീഡിയൻസിന് ശേഷമാണ് എന്ത് വന്നത്? റൗണ്ട് ടേബിൾ കോൺഫറൻസ് വന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് റൗണ്ട് ടേബിൾ, അതുപോലെ തന്നെ സെക്കൻഡ്, തേർഡ് അങ്ങനെ പഠിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് എന്താണ്? ഇൻവിറ്റേഷൻ ടു കോൺഗ്രസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ റൗണ്ട് ടേബിൾ കോൺഫറൻസ്. ഓക്കെ, അത് ശരിയായുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് കഴിഞ്ഞപ്പോൾ എന്താണ് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ത് ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഐ എൻ സിയും കൂടെ ഇല്ല എന്താണ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടത്തിയിട്ട് കാര്യമില്ലെന്നുള്ള കാര്യം ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് എന്ത് ഈ പാക്റ്റ് വഴി എന്താണ് ഗാന്ധിയെ അല്ലെങ്കിൽ എന്താണ് ഗാന്ധിയെ INC ഒരു ഭാഗമായിട്ട് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. സോ അത് ഇതിൽ വരുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് എന്തായാലും ഉണ്ട്. സെക്കൻഡ് നോക്കി, വിഡ്രോവൽ ഓഫ് ഓർഡിനൻസസ് പ്രൊമുൾഗേറ്റഡ് ഇൻ കണക്ഷൻ വിത്ത് ദ സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ CDM മൂവ്മെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഡിനൻസ് കാര്യങ്ങൾ എന്താണ് വിഡ്രോവൽ ചെയ്യുന്നത്. ഓക്കെ, സോ അത് എന്താണ് ഇതിൽ ഉള്ള കാര്യമാണ്. അപ്പോൾ അതും എന്താണ് ശരിയാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിന് വേണ്ടി വിളിക്കുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് പറയുന്നത് വിഡ്രോവൽ ഓഫ് ഓർഡിനൻസ് പ്രൊമുൾഗേറ്റഡ് ഇൻ കണക്ഷൻ വിത്ത് സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ CDM. നെക്സ്റ്റ് മൂന്നാമത് പറയുന്നത് എന്താണ്? acceptance of ഗാന്ധിജീസ് സജഷൻ ഫോർ ഇൻക്വയറി ഇൻ ടു പോലീസ് എക്സസ്. ഓക്കെ, അപ്പോൾ ഗാന്ധി കുറച്ച് കാര്യങ്ങൾ ബ്രിട്ടീഷുകാരുടെ മുന്നിൽ വെച്ചതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട് ബ്രിട്ടീഷുകാർ അക്സെപ്റ്റ് ചെയ്യാതെ ഉള്ളത്. അത് ഏതൊക്കെയായിരുന്നു? ഒന്ന് പറയുന്നത് എന്താണ്? ഗാന്ധിയുടെ ഈ പബ്ലിക് എൻക്വയറി ഇൻ ടു പോലീസ് എക്സസ്. ഓക്കെ, ഗാന്ധി എന്താണ് ഒരു പബ്ലിക് എൻക്വയറി ആവശ്യപ്പെട്ടു ഈ പോലീസ് എക്സസിൻ്റെ കാര്യത്തിൽ. സോ അതെന്താണ് ബ്രിട്ടീഷുകാർ സ്വീകരിച്ചില്ല. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ഗാന്ധി ഇർവിൻ പാക്റ്റിൽ അതെന്താണ് അവർ തീരുമാനിക്കാൻ തയ്യാറായിരുന്നില്ല. സോ മൂന്നാമത്തത് റോങ് ആണ്. അതുപോലെ തന്നെ ഒരു കാര്യവും കൂടെ ഗാന്ധി പറഞ്ഞിരുന്നു. എന്തായിരുന്നു? ആ ടൈമിലായിരുന്നു ഭഗത് സിംഗിൻ്റെ അദ്ദേഹത്തിൻ്റെ കൊമറേഡ്സിൻ്റെയൊക്കെ കമ്മ്യൂട്ടേഷൻ പറഞ്ഞത്. സോ കമ്മ്യൂട്ടേഷൻ ഓഫ് ഭഗത് സിംഗ് ആൻഡ് ഹിസ് കൊമറേഡ്സ് ഡെത്ത് സെൻറ്റൻസ്, ആ ഡെത്ത് സെൻറ്റൻസിന് എന്തായിട്ട് മാറ്റണം? ലൈഫ് ഇംപ്രിസൺമെൻ്റ് ആയിട്ട് മാറ്റണമെന്ന് ഗാന്ധി പറഞ്ഞിരുന്നു. ബട്ട് അതും എന്താണ് ഇവർ അംഗീകരിച്ചില്ല. ഓക്കെ, സോ അതായിരുന്നു അംഗീകരിക്കാത്ത മറ്റൊരു കാര്യം. എന്തായിരുന്നു? കമ്മ്യൂട്ടേഷൻ ഓഫ് ഭഗത് സിംഗ് and his comrades. Death sentence into life sentence. Okay, so ഭഗത് സിംഗിൻ്റെ അദ്ദേഹത്തിൻ്റെ കൊമറേഡ്സിൻ്റെ ഡെത്ത് സെൻറ്റൻസ് എന്തായിട്ട് മാറ്റണം? ലൈഫ് സെൻറ്റൻസ് ആക്കി മാറ്റണമെന്ന് ഗാന്ധി പറഞ്ഞിരുന്നു. ബട്ട് അതും എന്താണ് അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. ഓക്കെ, സോ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് അക്സെപ്റ്റ് ചെയ്യാത്തത്. ഒന്ന് എന്താണ്? അക്സെപ്റ്റൻസ് ഓഫ് ഗാന്ധി സജഷൻ ഫോർ ഇൻക്വയറി ഇൻ ടു പോലീസ് എക്സസ്, ഒരു പബ്ലിക് എൻക്വയറി ഇൻ ടു പോലീസ് എക്സസിനെ പറ്റി പറഞ്ഞിരുന്നു. ബട്ട് അത് അവർ അംഗീകരിച്ചില്ല. അതുപോലെ തന്നെ എന്താണ് ഭഗത് സിംഗിൻ്റെ അദ്ദേഹത്തിൻ്റെ കൊമറേഡ്സിൻ്റെ ബാക്കിയുള്ള ആൾക്കാരുടെ എന്താണ് ഡെത്ത് സെൻറ്റൻസ് മാറ്റിയിട്ട് ലൈഫ് പ്രിസണിലേക്ക് മാറ്റണം അല്ലെങ്കിൽ ലൈഫ് സെൻറ്റൻസിലോട്ട് മാറ്റണമെന്ന് പറഞ്ഞു. ബട്ട് അതും എന്താണ് അക്സെപ്റ്റ് ചെയ്തില്ല. സോ അത് രണ്ടുമാണ്. ഈ ഒരു കാര്യം കാരണം എന്താണ് ഗാന്ധിജിക്ക് ഇന്ത്യയിൽ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, INC അകത്ത് തന്നെ എന്താണ് ഗാന്ധിക്ക് എന്താണ് ഈ ഭഗത് സിംഗിൻ്റെ ഡെത്ത് സെൻറ്റൻസ് മാറ്റാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സോ അതാണ് പറയുന്നത്. നെക്സ്റ്റ് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? റിലീസ് ഓഫ് ഓൺലി ദോസ് പ്രിസണേഴ്സ് ഹു വെർ നോട്ട് ചാർജ് വിത്ത് വയലൻസ്. ഓക്കെ, വയലൻസ് ചാർജ് ചെയ്യാത്ത, വയലൻസുമായിട്ട് ബന്ധപ്പെടാത്ത ബാക്കി എല്ലാവരും എന്താണ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെ എല്ലാം റിലീസ് ചെയ്യണമെന്ന് പറയുന്നു. അതും എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. സോ അപ്പോൾ ആൻസർ ഏതാണ്? 1, 2 അതുപോലെ എന്താണ് 4 മാത്രമാണ് ശരി. ഓപ്ഷൻ B ആയിരിക്കും. 1, 2 and 4 ഓൺലി ആയിരിക്കും. ഓക്കെ, സോ അതാണ് 27 ഗാന്ധി ഇർവിൻ പാക്റ്റ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കുക, ആ ഒരു ടൈമിൽ നമ്മുടെ 1919-20 ടൈമിലൊക്കെ തന്നെ എന്താണ് ഒരുപാട് ഇൻസിഡൻസ് വരുന്നുണ്ട്. സോ അതുകൊണ്ട് 47 വരെ ഉള്ള കാര്യങ്ങളൊക്കെ എന്താണ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. ഓക്കെ, അതായത് ഇപ്പോൾ എന്താണ് 99 ജാലിയൻ വാലാബാഗ് ഉണ്ട്, റൗലത്ത് ആക്ട് വരുന്നുണ്ട്, ദെൻ എന്ത് വരുന്നുണ്ട് ആ ടൈമിൽ നോൺ കോപ്പറേഷൻ വരുന്നുണ്ട്, ദെൻ ചൗരി ചൗര. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോൾ എന്താണ് നമുക്ക് 1930 എന്താണ് CDM സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് വരുന്നുണ്ട്, ദെൻ ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസുകൾ വരുന്നുണ്ട്, ദെൻ 42 ക്വിറ്റ് ഇന്ത്യ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം എന്താണ് ജസ്റ്റ് ഒരു മാപ്പ് പോലെ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ നമ്മൾ ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, അത് മോഡേൺ ഇന്ത്യയിൽ നിന്ന് ചോദിക്കാൻ എന്താണ് ചാൻസ് ഉള്ള ഒരു പോർഷനാണ്. ഓക്കെ,
സോ അതാണ് 27ാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 28. The Vittal Vidwansakh, the first monthly journal to have the untouchable people as its target audience, was published by option A. Gopal Baba Walankar, option B. Jyotiba Phule, option C. Mohandas Karamchand Gandhi, option D. Bhimarao Raji Ambedkar. Okay, B.R. Ambedkar. അപ്പോൾ ഇതിൽ ആരാണ് ദ വിറ്റൽ വിധാൻസക് ഫസ്റ്റ് മന്ത്ലി ജേണൽ ടു ഹാവ് ദ അൺടച്ചബിൾ പീപ്പിൾ ആസ് ഇറ്റ്സ് ടാർഗറ്റ് ഓഡിയൻസ് വാസ് പബ്ലിഷ്ഡ്? അപ്പോൾ ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എഗെയിൻ ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഗോപാൽ ബാബ വാലൻകർ ആണെന്ത് വിറ്റൽ വിധ്വാൻസകിൻ്റെ പബ്ലിഷർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ഫസ്റ്റ് മന്ത്ലി ജേണലാണ് ടു ഹാവ് ദ അൺടച്ചബിൾ പീപ്പിൾ ആസ് ഇറ്റ്സ് ടാർഗറ്റ് ഓഡിയൻസ്. ഓക്കെ, അൺടച്ചബിൾ പീപ്പിൾ ആയിരുന്നു എന്ത് അതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് പബ്ലിഷ് ചെയ്തത് 1889 ഈ ഒരു ജേണൽ പബ്ലിഷ് ചെയ്തത്. ഓക്കെ, സോ ഇദ്ദേഹം ഏത് കാസ്റ്റിലുണ്ടായിരുന്നായിരുന്നു? നമ്മുടെ ബി ആർ അംബേദ്കർക്ക് വരുന്ന പോലെ തന്നെ എന്താണ് മഹർ കാസ്റ്റിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഈ ഗോപാൽ ബാബ വാലങ്കർ എന്ന് പറയുന്നത്, മഹർ കാസ്റ്റ്. ഓക്കെ, സോ ആ ടൈമിൽ ഇതെന്തിനു വേണ്ടിയായിരുന്നു? ടു റൈസ് അവയർനെസ് ആൻഡ് കോൺഷ്യസ് അബൌട്ട് ദ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ്. ഓക്കെ, അതായത് എന്താണ് അൺടച്ചബിൾ പീപ്പിൾസിൻ്റെ അവെയർ ചെയ്യുക, അവരുടെ റൈറ്റ്സിനെയും സോഷ്യൽ കണ്ടീഷനെയൊക്കെ പറ്റി എന്താണ് അവർക്ക് അവെയർ കൊടുക്കുക എന്നായിരുന്നു എന്ത് ഈ ഒരു ജേണലിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് 28ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഗോപാൽ ബാബ വാലങ്കർ ആണ് വിറ്റൽ വിധ്വാൻസകുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓത്തർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 29. വിത്ത് റെഫറൻസ് ടു ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, ദ ടേം കുല്യബബ ആൻഡ് ദ്രോണബബ ഡിനോട്ട്സ് ഓപ്ഷൻ എ മെഷർമെൻറ്റ് ഓഫ് ലാൻഡ്, coins of different monetary value, classification of urban land, religious rituals. അപ്പോൾ ഇതിൽ എന്താണ് കുല്യബബയും അതുപോലെ എന്താണ് ദ്രോണബബയും കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ചോദിച്ചിരുന്നത്. ഓക്കെ, സോ ഈ രണ്ട് വേർഡ് ഏത് പീരീഡിലുള്ളതാണ്? ഗുപ്ത പീരീഡിലുള്ള രണ്ട് വേർഡ്സാണ്. ഗുപ്ത ടൈമിൽ വരുന്ന രണ്ട് വേർഡ്സാണ് കുല്യബബയും അതുപോലെ എന്താണ് ദ്രോണബബയും പറയുന്നത്. അപ്പോൾ എന്താണ് ഇത് പറയുന്നത്? അഗെയിൻ നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. രണ്ടും എന്തിനെ പറ്റിയാണ് പറയുന്നത്? മെഷർമെൻറ്റ് ഓഫ് ലാൻഡിനെ പറ്റിയാണ് പറയുന്നത്. കുല്യബബ ആയാലും ദ്രോണബബ ആയാലും എന്താണ് മെഷർമെൻറ്റ് ഓഫ് ലാൻഡാണ് പറയുന്നത്. ഇത് കൂടാതെ ഒന്നും കൂടി ഉണ്ട്. അതാണ് ഏതെന്ന് പറയുന്നത്? അഥവപ എന്ന് പറയുന്നത്. ഓക്കെ, അഥവപ എന്ന് പറയും. അപ്പോൾ ഇവിടെ കുല്യബബ എന്ന് വെച്ചാൽ എന്താണ്? കുല്യബബ എന്ന് വെച്ചാൽ അതൊരു ലാർജ് യൂണിറ്റ് ഓഫ് ലാൻഡാണ്. ഓക്കെ, ലാർജ് യൂണിറ്റ് ഓഫ് ലാൻഡാണ് കുല്യബബ പറയുന്നത്. ലാർജ് യൂണിറ്റ് ഓഫ് ലാൻഡ് അപ്രോക്സിമേറ്റ്ലി എത്രയാണ്? ഏകദേശം ഒരു 12-16 ഏക്കറാണിത് കുല്യബബ വരുന്നത്. ഓക്കെ, സോ ഒരു 12-16 ഏക്കറാണ് കുല്യബബ വരുന്നത്. ബട്ട് അതേ ടൈമിൽ ദ്രോണബബ, ഓക്കെ, ദ്രോണബബ വരുമ്പോൾ എത്രയാണ്? കുല്യബബയെ അപേക്ഷിച്ച് എന്താണ് കുറച്ചും കൂടെ ചെറുതാണ് ഏതെന്ന് പറയുന്നത്? സ്മോളർ ദാൻ കുല്യബബ. അതാണ് ഏതെന്ന് പറയുന്നത്? ദ്രോണബബ പറയുന്നത്. അത് ഏകദേശം എത്രയാണ് വരുന്നത്? ഏകദേശം 1.5 ഏക്കർ, അതുപോലെ 1.5 to 2 ഏക്കർ. ഓക്കെ, അത്രയൊക്കെയാണ് എന്ത് ദ്രോണബബ വരുന്നത്. അപ്പോൾ കുല്യബബ ആയാലും ദ്രോണബബ ആയാലും രണ്ടും എന്താണ് മെഷർമെൻറ്റ് ഓഫ് ലാൻഡാണ്. കുല്യബബയാണ് എന്ത് ലാർജ് യൂണിറ്റ് എന്ന് പറയുന്നത്. അത് ഏകദേശം 12-16 ഏക്കേഴ്സ് വരുന്നുണ്ട്, 12 മുതൽ 16 ഏക്കേഴ്സ് വരുന്നുണ്ട്. ബട്ട് ദ്രോണബബ ആകുമ്പോൾ എന്താണ് ഏകദേശം 1.5 മുതൽ 2 ഏക്കർ വരെയാണ് വരുന്നത്. പിന്നെ നമ്മൾ ഇവിടെ വേറൊന്നും കൂടെ പറഞ്ഞു, ഏതാണ്? അഥവപ. ഓക്കെ, അഥവപ. ഓക്കെ, അഥവപ എന്ന് വെച്ചാൽ എന്താണ്? ഇത് ദ്രോണബബയെക്കാട്ടി വീണ്ടും ചെറിയൊരു ഏക്കറാണ്. ഓക്കെ, അനദർ യൂണിറ്റ് ആണ്. ബട്ട് എന്താണ് സ്മോളർ ദാൻ ഏതാണ്? ദ്രോണബബ. ഓക്കെ, ദ്രോണബബയെക്കാട്ടിയും സ്മോളറാണ് ഏതെന്ന് പറയുന്നത്? ഈ അഥവപ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ കുല്യബബ, അതുപോലെ ദ്രോണബബ, അതുപോലെ എന്താണ് അഥവപ, ഇത് മൂന്നും എന്താണ് ഗുപ്ത പീരീഡിലെ യൂണിറ്റ് ഓഫ് ലാൻഡ് മെഷേഴ്സാണ് പറയുന്നത്. ഓക്കെ, അഗെയിൻ ഫാക്റ്റാണ്. നമ്മൾ കഴിഞ്ഞ സെക്ഷനിലും പറഞ്ഞു ഗുപ്ത പീരീഡിൽ നിന്നും അതുപോലെ തന്നെ എന്താണ് വിജയനഗര എംപയർ, മുഗൾ എംപയർ, ഇവിടെയൊക്കെ വരുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട് ഇതുപോലത്തെ. ഇപ്പോൾ എന്താണ് ലാൻഡ് മെഷർമെൻ്റ് ആയാലും, അല്ലെങ്കിൽ എന്താണ് ടാക്സേഷൻ്റെ പേരുകളായാലും, അല്ലെങ്കിൽ എന്താണ് ഓരോരോ പദവികൾ വഹിക്കുന്ന ആൾക്കാരുടെ പേരായാലും, അങ്ങനെയൊക്കെ എന്താണ് ഒരുപാട് പേരുകൾ വരുന്നുണ്ട്. സോ ആ പേരുകൾ ജസ്റ്റ് എന്താണ് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ അതാണ് 29ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ എ ആണ്, മെഷർമെൻറ്റ് ഓഫ് ലാൻഡ് ആണ്. നെക്സ്റ്റ് 30. Who among the following rulers advised his subjects through this inscription? Inscription ആണ് താഴെ പറയാൻ പോകുന്നത്. Whosoever praises religious sect or blames other sect out of excessive devotion to his own sect with a view of glorifying his own sect, he rather injures his own sect very severely. സോ ഇത് ആരുടെ കോട്ട്സ് അല്ലെങ്കിൽ എന്താണ് ആരുടെ ഇൻസ്ക്രിപ്ഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻ എ അശോക, ഓപ്ഷൻ ഡി സമുദ്രഗുപ്ത, ഓപ്ഷൻ സി ഹർഷവർദ്ധന, ഓപ്ഷൻ ഡി കൃഷ്ണദേവരായ. അപ്പോൾ ഇതിൽ ആരുടെ ഇൻസ്ക്രിപ്ഷനാണ് ഈ തന്നേക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ആരുടെയാണ്? നമ്മൾ കേട്ടുള്ളതായിരിക്കും.
ഇത് അശോകൻ്റെ ഇൻസ്ക്രിപ്ഷനാണ്. ഓക്കെ, അശോകൻ്റെ മേജർ റോക്ക് എഡിക്ട്സ് 12 വരുന്ന ഇൻസ്ക്രിപ്ഷനാണ് ഏതെന്ന് പറയുന്നത് ഈ കൊടുത്തേക്കുന്നത്. അശോകാസ് മേജർ റോക്ക് എഡിക്റ്റ് 12. ഓക്കെ, മേജർ റോക്ക് എഡിക്റ്റ് 12 എന്ത് ഈ ഒരു ഇൻസ്ക്രിപ്ഷനെ പറ്റി പറയുന്നത്. ഓക്കെ, സോ എന്തൊക്കെയാണ്? പ്രൊമോട്ട് സോഷ്യൽ ഹാർമണി, അതുപോലെ എന്താണ് മ്യൂച്വൽ റെസ്പെക്റ്റ്, എത്തിക്കൽ കണ്ടക്ട്. സോ ഇതൊക്കെ എന്താണ് ഇതിലൂടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മോസ്റ്റ് ഓഫ് ദി എഡിക്റ്റ്, അശോകൻ്റെ മോസ്റ്റ് ഓഫ് ദി എഡിക്റ്റ് ഏതാണ് നമുക്കറിയാം. ഏതാണ്? പ്രാകൃതത്തിലായിരിക്കും, അതുപോലെ ബ്രാഹ്മി സ്ക്രിപ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ബ്രാഹ്മി സ്ക്രിപ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് 30ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ് ക്വസ്റ്റ്യൻ വരുന്നത്? ഈ എഡിക്റ്റ് ആരുടെ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അശോകൻ്റെ മേജർ എഡിക്റ്റ് ആണ്, 12 ആണ്. ദെൻ എന്തിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്? സോഷ്യൽ ഹാർമണി, മ്യൂച്വൽ റെസ്പെക്റ്റ്, എത്തിക്കൽ കണ്ടക്റ്റിനെ പറ്റി പറയുന്നുണ്ട്. ആൻഡ് ആൾസോ അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഓഫ് ദി എഡിക്ട്സ് എങ്ങനെയായിരിക്കും? പ്രാകൃതത്തിലായിരിക്കും, ബ്രാഹ്മി സ്ക്രിപ്റ്റിലാണ് യൂസ് ചെയ്യുന്നത്. സോ അതാണ് 30ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 31. With reference to the cultural history of India, which one of the following is the correct description of the term Paramitas? ഓക്കെ, സോ പരമിതയായിട്ട് റിലേറ്റഡ് ആയിട്ട് ഏത് ടൈമാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ, ദ ഏർലിയസ്റ്റ് ധർമ്മശാസ്ത്ര ടെക്സ്റ്റ് റിട്ടൺ ഇൻ അഫോറിസ്റ്റിക് ഓർ സൂത്ര സ്റ്റൈൽ. ഓപ്ഷൻ ബി, ഫിലോസഫിക്കൽ സ്കൂൾസ് ദാറ്റ് ഡിഡ് നോട്ട് ആക്സെപ്റ്റ് ദ അതോറിറ്റി ഓഫ് വേദാസ്. ഓപ്ഷൻ സി, പെർഫെക്ഷൻസ് ഹൂസ് അറ്റൈൻമെൻറ്റ് ലെഡ് ടു ദ ബോധിസത്വ പാത്ത്. ഓപ്ഷൻ ഡി, പവർഫുൾ മെർച്ചൻറ്റ് ഗിൽഡ്സ് ഓഫ് എയർലി മെഡീവൽ സൗത്ത് ഇന്ത്യ. സോ എന്താണ് പരമിദാസ് പറയുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അഗെയിൻ ഫാക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അറിഞ്ഞിരുന്ന എന്താണ് പരമിദാസ് എന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ. ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓക്കെ, പരമിദാസ് എന്ന് വെച്ചാൽ എന്താണ്? ദ പെർഫെക്ഷൻസ് ഹൂസ് അറ്റൈൻമെൻറ്റ് ലെഡ് ടു ബോധിസത്വ പാത്ത്. അതിനെന്ത് പരമിദാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പെർഫെക്ഷൻസ് ഇത് ഏകദേശം എന്താണ് ഒരു 6 പെർഫെക്ഷൻസ് ഉണ്ട്. ആ ഒരു പെർഫെക്ഷൻസ് വെച്ച് എന്താണ് അവർ ബോധിസത്വ പാത്തിലേക്ക് ലെഡ് ആവുകയും ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആ പെർഫെക്ഷൻസ് എന്ന് പറയുന്നത്? പരമിദാസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഫസ്റ്റ് എന്ന് പറയുന്നത് ധന, ദെൻ ശില, ശാന്തി, വീര്യ, ധ്യാന, ഫൈനലി രചന. സോ ഏകദേശം 6 പെർഫെക്ഷൻസ് അല്ലെങ്കിൽ എന്താണ് 6 പരമിദാസാണുള്ളത്. ഏതൊക്കെയാണ്? ധന, ശില, ശാന്തി, വീര്യ, ധ്യാന ആൻഡ് ഫൈനലി പ്രജ്ഞ. ഓക്കെ, സോ ഈ 6 പെർഫെക്ഷൻസ് യൂസ് ചെയ്ത് ബോധിസത്വ പാത്തിലേക്ക് എന്താണ് അറ്റൈൻമെൻറ്റ് ചെയ്യുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആ ഒരു ഇതിനെയാണ് പരമിദാസ് എന്ന് പറയുന്നത്. ഓക്കെ, പരമിദാസ് എന്ന് വെച്ചപ്പോൾ എന്താണ്? പെർഫെക്ഷൻസ് ഹൂസ് അറ്റൈൻമെൻറ്റ് ലെഡ് ടു ദ ബോധിസത്വ പാത്ത്. ഓക്കെ, സോ കുറച്ച് ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പരമിദാസ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡയറക്റ്റ് ആൻസർ എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. എലിമിനേഷൻ ട്രിക്ക് യൂസ് ചെയ്യുക എന്നുള്ള ബുദ്ധിമുട്ടായിരിക്കും ഒരു ക്വസ്റ്റിന്. നെക്സ്റ്റ് 32ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി, ദ രഖ്മാബായി കേസ് ഓഫ് 1884 revolved around ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വുമൻസ് റൈറ്റ് ടു ഗെയിൻ എഡ്യൂക്കേഷൻ, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഏജ് ഓഫ് കൺസെൻറ്റ്, തേർഡ് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ്. അപ്പോൾ രഖ്മാബായി കേസ് 1884 രഖ്മാബായി കേസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇത് പറയുന്നതെന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ വുമൻസ് റൈറ്റ് ടു ഗെയിൻ എഡ്യൂക്കേഷൻ പറയുന്നുണ്ട്, ഏജ് ഓഫ് കൺസെൻറ്റ് പറയുന്നുണ്ട്, റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ് പറയുന്നുണ്ട്. അപ്പോൾ രഖ്മാബായി കേസ് എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഇതിൽ വരുന്നത് രഖ്മാബായി കേസ് എന്ന് പറയുന്നത് എന്താണ്? രഖ്മാബായി എന്ന് പറയുന്ന ഒരു വുമൺ ആയിരുന്നു, യങ് ഇന്ത്യൻ വുമൺ ആയിരുന്നു. ആൻഡ് ഷീ ചലഞ്ച്ഡ് ദ ലീഗൽ സിസ്റ്റം റിഗാർഡിങ് ഹർ മാരേജ്. ഓക്കെ, അവളുടെ മാരേജായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രശ്നത്തിലാണെന്ത് ഈ ഒരു കേസ് വന്നത്. സോ ഈ ഒരു കേസ് പ്രകാരം എന്താണ് വുമൻസിൻ്റെ ഏജ് ഓഫ് കൺസെൻറ്റ്, അതുപോലെ എന്താണ് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ്, ഇത് രണ്ടുമാണ് എന്ത് ഈ കേസിൽ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, സോ വുമൻസ് റൈറ്റ് ടു ഗെയിൻ എഡ്യൂക്കേഷൻ എന്താണ് ഈ ഒരു കേസിൽ മെയിനായി പറയുന്നില്ല. ഓക്കെ, വുമൻസിൻ്റെ പ്രശ്നങ്ങളാണ് പറയുന്നതെങ്കിലും ഗെയിൻ ഓഫ് എഡ്യൂക്കേഷൻ എന്താണ് ഒരു പ്രൈമറി റീസൺ ആയിട്ട് അല്ലെങ്കിൽ പ്രൈമറി കാര്യമായിട്ട് എന്താണ് ഈ ഒരു കേസ് സ്റ്റഡിയിൽ പറയുന്നില്ല. സോ ആൻസർ വരുന്നത് 2 and 3 ഓൺലി ആയിരിക്കും. ഓക്കെ, സോ ഈ ഒരു കേസിൻ്റെ ഫലമായിട്ടാണ് എന്ത് ഏജ് ഓഫ് കൺസെൻറ്റ് ആക്ട് ഒക്കെ വരുന്നത്. ഓക്കെ, ഇനാക്ട്മെൻറ്റ് ഓഫ് ഏജ് ഓഫ് കൺസെൻറ്റ് ആക്ട്, ഏജ് ഓഫ് കൺസെൻറ്റ് ആക്ട്
1891. സോ അതെന്താണ് ഈ ഒരു കേസിൻ്റെ ഫലമായിട്ടാണ് ആ ഒരു കാര്യം വരുന്നത്. സോ അത് പ്രകാരം പറയുന്നത് എന്താണ്, സോ ഇറ്റ് റൈസ് ദ ഏജ് ഓഫ് കൺസെൻറ്റ് ഫോർ സെക്ഷൽ റിലേഷൻ, അല്ലെങ്കിൽ എന്താണ് സെക്ഷൽ ഇൻ്റർകോഴ്സ് ഫോർ ബോത്ത് മാരീഡ് ആൻഡ് അൺമാരീഡ് വുമൻസ് ഫ്രം 10 to 12 years. ഓക്കെ, 10 വയസ്സിൽ നിന്ന് എന്താക്കി 12 വയസ്സിലേക്ക് മാറ്റി, ഓക്കെ, ചേഞ്ച് ചെയ്തു. ഓക്കെ, സോ അതാണ് എന്ത് ഈ ഒരു ഏജ് ഓഫ് കൺസെൻറ്റിൽ പറയുന്നത്. ദെൻ അതുപോലെ തന്നെ എന്താണ് അത് അവരുടെ ഹസ്ബൻഡിൻ്റെ ഒരു പരാതി പേരിലാണ് എന്ത് ഈ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ് എന്ന് പറയുന്ന കാര്യവും കൊണ്ടുവന്നത്. ഓക്കെ, കോൺജുഗൽ റൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്, അതൊരു മ്യൂച്വൽ റൈറ്റ്സ് ആണ്. ഓക്കെ, മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് തമ്മിലുള്ള ഒരു മ്യൂച്വൽ റൈറ്റ്സ് ആണ്. എന്തിലൊക്കെയാണ് ഇൻക്ലൂഡ് ആവുന്നത്, സോ ഇറ്റ് ഇൻക്ലൂഡിങ് ദ കമ്പാനിയൻഷിപ്പ്, അതുപോലെ എന്താണ് സപ്പോർട്ട്, കംഫർട്ട്, സെക്ഷൽ റിലേഷൻസ്, ഇതെല്ലാം എന്താണ് ഈ ഒരു കോൺജുഗൽ റൈറ്റ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. സോ അതും എന്താണ് ഈ രഖ്മാബായ് കേസ് വഴിയാണ് കൊണ്ടുവന്നത്. സോ ഏജ് ഓഫ് കൺസെൻറ്റും റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സും അത് രണ്ടുമാണ് എന്ത് രഖ്മാബായ് കേസിൽ മെയിനായിട്ട് പറയുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2 and 3 ഓൺലി ആയിരിക്കും. സോ ഇതൊരു ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. രഖ്മാബായ് കേസിനെ പറ്റി നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ എന്ത് നമുക്ക് ആൻസർ ചെയ്തായിട്ട് പറ്റത്തുള്ളൂ. നെക്സ്റ്റ് 33. ഇൻഡിഗോ കൾട്ടിവേഷൻ ഇൻ ഇന്ത്യ ഡിക്ലൈൻഡ് ബൈ ദ ബിഗിനിങ് ഓഫ് 20th century. ഓക്കെ, 20th centuryയിൽ ഇൻഡിഗോ കൾട്ടിവേഷൻ ഡിക്ലൈൻഡ് ആയി. സോ അതിൻ്റെ റീസൺ എന്താണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ, peasant resistance to the oppressive conduct of planters. Option B, its unprofitability in the world market because of new inventions. Option C, national leaders' opposition to the cultivation of indigo. Option D, government control over the planters. സോ ഇതിൽ ഏതാണ് 20th centuryയിൽ ഇൻഡിഗോ കൾട്ടിവേഷൻ ഡിക്ലൈൻ ആവാൻ കാരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ എ പറയുന്നത് എന്താണ്, പീസൻറ്റ് റെസിസ്റ്റൻസ് ടു ദ ഒപ്രസീവ് കണ്ടക്ട് ഓഫ് പ്ലാന്റേഴ്സ്. ഓക്കെ, പീസൻസിൻ്റെ റെസിസ്റ്റൻസ് ആണ് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ എന്താണ് ഇൻഡിഗോ റിവോൾട്ടുമായിട്ട് റിലേറ്റ് ആയിട്ട് പറയാം. ഇൻഡിഗോ റിവോൾട്ട് നടന്നത് 1859-60 ടൈമിലാണ്. 59-60 ടൈമിൽ നിന്നാണ് ഇൻഡിഗോ റിവോൾട്ട് ഉണ്ടായിരുന്നു. സോ ആ ടൈമിൽ എന്താണ് പീസൻസ് ഇത് കൾട്ടിവേഷൻ ഇന്ത്യ ഡിക്ലൈൻഡ് എന്നാണ് പറയുന്നത്. സോ ആ ടൈമിൽ എന്താണ് ഇവർ കൾട്ടിവേഷൻ കംപ്ലീറ്റ് ആയിട്ട് റിക്ലൈൻ ചെയ്തില്ല, പകരം എന്താണ് ഷിഫ്റ്റാണ് ചെയ്തിരുന്നത്. ഓക്കെ, ബംഗാൾ എന്നുള്ള ഒരു സ്ഥലത്ത് മാത്രം ചെയ്തുകൊണ്ടിരുന്നത് എങ്ങോട്ട് കൂടെ മാറ്റി ബീഹാറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. സോ അതാണ് ഏത് പീസൻറ്റ് റെസിസ്റ്റൻസിൻ്റെ കാര്യത്തിൽ വരുന്നത്. ഓക്കെ, സോ അവിടെ അവർ ചെയ്തത് ഷിഫ്റ്റ് ഫ്രം ബംഗാൾ ടു ബീഹാർ. സോ അല്ലാതെ അവിടെ എന്താണ് കംപ്ലീറ്റ് ആയിട്ട് ഡിക്ലൈൻ ചെയ്തിട്ടില്ല. സോ ഫസ്റ്റ് എന്താണ് റോങ് ആണ്. ദെൻ സെക്കൻഡ് പറയുന്നതാണ് ഇറ്റ്സ് അൺപ്രോഫിറ്റബിലിറ്റി ഇൻ ദ വേൾഡ് മാർക്കറ്റ് ബിക്കോസ് ഓഫ് ന്യൂ ഇൻവെൻഷൻ. സോ അതാണ് എന്ത് മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. കാരണം ഇൻഡിഗോ കൾട്ടിവേഷൻ ഡിക്ലൈൻ ആയതിന് കാരണം ഇറ്റ്സ് അൺപ്രോഫിറ്റബിലിറ്റി ഇൻ ദ വേൾഡ് മാർക്കറ്റ് ബിക്കോസ് ഓഫ് ന്യൂ ഇൻവെൻഷൻസ് കാരണം എന്താണ് അതിൻ്റെ വേൾഡ് മാർക്കറ്റിൽ അൺപ്രോഫിറ്റബിലിറ്റി ഉണ്ടായി. സോ അതുകൊണ്ടാണ് എന്ത് ഇൻഡിഗോ കൾട്ടിവേഷൻ ഡിക്ലൈൻ ആകാൻ കാരണം, എസ്പെഷ്യലി ഇൻ ദ 20th century, ബിഗിനിങ് ഓഫ് ദ 20th century. ഓക്കെ, സോ അതാണ് 33ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്, ബി ആണ് പറയുന്നത്. ദെൻ ഓപ്ഷൻ സി പറയുന്നത് നാഷണൽ ലീഡേഴ്സ് ഒപ്പോസിഷൻ ടു ദ കൾട്ടിവേഷൻ ഓഫ് ഇൻഡിഗയാണ്. നാഷണൽ ലീഡേഴ്സ് എന്താണ് അങ്ങനെ ഒപ്പോസ് ചെയ്തില്ല, അവരെന്താണ് ചെയ്യുന്നത്, അവർ എക്സ്പ്ലോയിറ്റേറ്റീവ് പ്രാക്ടീസിനെയൊക്കെയാണ് ഒപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഇൻഡിഗോ കൾട്ടിവേറ്റേഴ്സിനെതിരെയുള്ള എക്സ്പ്ലോയിറ്റേറ്റീവ് പ്രാക്ടീസിനെയൊക്കെയാണ് അവർ ഒപ്പോസ് ചെയ്യുന്നത്. അല്ലാണ്ട് എന്താണ് അവർ നേരിട്ട് ഇൻഡിഗോ കൾട്ടിവേഷനെ ഇത് ചെയ്തില്ല. ദെൻ ഗവൺമെൻറ് കൺട്രോൾ ഓവർ പ്ലാന്റേഴ്സ്, അത് എന്താണ് ശരിയായിട്ടുള്ള കാര്യമല്ല പറയുന്നത്. ഓക്കെ, സോ 20th നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ, അതായത് 20th centuryയുടെ ബിഗിനിങ്ങിലായിട്ട് എന്താണ് ഒരുപാട് ഡൈസ് കാര്യങ്ങളെല്ലാം എന്താണ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സോ അതിൻ്റെയൊക്കെ ഇത് കാരണം എന്ത് സംഭവിച്ചു, ഇൻഡിഗോയ്ക്കുള്ള ആ ഒരു വേൾഡ് മാർക്കറ്റ് അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഇത് എന്താണ് കുറഞ്ഞു വന്നു. സോ അതുകൊണ്ടാണ് എന്ത് ഇൻഡിഗോയ്ക്ക് പ്രോഫിറ്റബിലിറ്റി കുറയാനായിട്ട് കാരണമെന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇറ്റ്സ് അൺപ്രോഫിറ്റബിലിറ്റി ഇൻ ദ വേൾഡ് മാർക്കറ്റ് ബിക്കോസ് ഓഫ് ന്യൂ ഇൻവെൻഷൻ. അത് കാരണമാണ് ഇൻഡിഗോ കൾട്ടിവേഷൻ ഡിക്ലൈൻ ആയത്. നെക്സ്റ്റ് 34. Wellesley established Fort William College at Calcutta because he was asked by the board of directors in London to do so. Option B, he wanted to revive interest in the Oriental learning in India. Option C, he wanted to provide William Carey and his associates with employment. Option D, he wanted to train British civilians for the administrative purpose in India. ഏതായിരിക്കും ആൻസർ വരുന്നത്, നമുക്ക് ജസ്റ്റ് ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. കാരണം കുറച്ചെങ്കിലും ലോജിക്കലി സെൻസുള്ള ഒരു ആൻസർ ഏതാണ് വരുന്നത്, ഓപ്ഷൻ ഡി ആണ് വരുന്നത്. കാരണം he wanted to train the British civilians for the administrative purpose in India. അതിന് വേണ്ടിയാണ് എന്ത് ഫോർട്ട് വില്യം കോളേജ് കൽക്കട്ടയിൽ സ്റ്റാർട്ട് ചെയ്തത്. 1800-ലാണ് എന്ത് ഫോർട്ട് വില്യം കോളേജ് സ്റ്റാർട്ട് ചെയ്തത്. സോ 1800 ആഗസ്റ്റ് 18-ന്, ഓഗസ്റ്റ് 18-നാണ് എന്ത് ഫോർട്ട് വില്യം കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. എന്തിനു വേണ്ടിയായിരുന്നു, he wanted to train British civilians for the administrative purpose in India. സോ അതായിരുന്നു എന്ത് മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോർട്ട് വില്യം കോളേജ് ലോർഡ് വെല്ലസ്ലിയാണ് ഫൗണ്ട് ചെയ്തത്, കൽക്കട്ടയിലായിരുന്നു. 1800 ഓഗസ്റ്റ് 18-നായിരുന്നു. എയിം എന്ന് പറയുന്നത് he wanted to train the British civilians for administrative purpose in India, അതായിരുന്നു എയിം എന്ന് പറയുന്നത്. ഓക്കെ,
സോ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് 35. വിത്ത് റെഫറൻസ് ടു ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, ഉൽഗുലാൻ ഓർ ദ ഗ്രേറ്റ് ടുമൾട്ട് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇവൻറ്റ്സ്. ഓക്കെ, സോ ഉൽഗുലാൻ ഓർ ദ ഗ്രേറ്റ് ടുമൾട്ട് അത് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനെയാണ് റെഫറൻസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ദ റിവോൾട്ട് ഓഫ് 1857, ഓപ്ഷൻ ബി ദ മാപ്ല റെബലിയൻ ഓഫ് 1921, ഓപ്ഷൻ സി ദ ഇൻഡിഗോ റിവോൾട്ട് ഓഫ് 1859-60, ഓപ്ഷൻ ഡി ബിർസ മുണ്ടാസ് റിവോൾട്ട് ഓഫ് 1899-900. ഓക്കെ, 1900. അപ്പോൾ ഏതിലാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബിർസ മുണ്ട റിവോൾട്ടുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത് ഉൽഗുലാൻ അല്ലെങ്കിൽ ഗ്രേറ്റ് ടുമൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബിർസ മുണ്ട റിവോൾട്ട് 1899, 1900 ടൈമുകളിലായിരുന്നു. അവിടെ അവർ യൂസ് ചെയ്തിരുന്നായിരുന്നു ഏത് ഈ ഒരു വേർഡ് എന്ന് പറയുന്നത്, ഉൽഗുലാൻ അല്ലെങ്കിൽ ഗ്രേറ്റ് ടുമൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബിർസ മുണ്ട എന്ന് പറയുന്നത്? അവർക്ക് എന്താണ് ഒരു മുണ്ട രാജ്യം അല്ലെങ്കിൽ എന്താണ് സെൽഫ് റൂൾ ഉള്ളൊരു പ്ലേസ് വേണമെന്നാണ് എന്ത് അവർ പ്രധാനമായിട്ടും പറഞ്ഞത്. സോ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് മുണ്ട രാജ്, സെൽഫ് റൂളാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് ആൾസോ എൻഡ് ബ്രിട്ടീഷ് കൊളോണിയൽ അതോറിറ്റി, അതും അവരുടെ പ്രധാനപ്പെട്ട എയിമായിരുന്നു. എൻഡ് ബ്രിട്ടീഷ് കൊളോണിയൽ അതോറിറ്റി. ആൻഡ് ദെൻ മിഷണറി ആക്ടിവിറ്റീസ്, then finally exploitation by Dikus. ദിക്കൂസ് എന്ന് പറയുന്നത് ലോക്കൽ മണി ലെൻഡേഴ്സ് അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ് ഉള്ള ലാൻഡ് ലോഡ്സ്. ഓക്കെ, ലോക്കൽ മണി ലെൻഡേഴ്സ്, ഇവരൊക്കെയാണ് ദിക്കൂസ് എന്ന് പറയുന്നത്. സോ ഇതെല്ലായിരുന്നു എന്ത് മുണ്ട രാജ് അല്ലെങ്കിൽ ബിർസ മുണ്ട റിവോൾട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന്. ആ റിവോൾട്ട് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവ്സ് ഇതൊക്കെയായിരുന്നു. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് മുണ്ട രാജ് അല്ലെങ്കിൽ സെൽഫ് റൂൾ എന്ന് പറയുന്നു. ദെൻ എൻഡ് ഓഫ് ബ്രിട്ടീഷ് കൊളോണിയൽ അതോറിറ്റി പറയുന്നുണ്ട്. ദെൻ മിഷണറി ആക്ടിവിറ്റീസിന് എൻഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആൻഡ് ആൾസോ എക്സ്പ്ലോയിറ്റേഷൻ ബൈ ദിക്കൂസ് എന്ന് വെച്ചാൽ ഔട്ട്സൈഡേഴ്സാണ് മെയിനായിട്ട്. ആരൊക്കെയാണ്? ഈ മണി ലെൻഡേഴ്സ്, ദെൻ എന്താണ് ലാൻഡ് ലോഡ്സ്, ഇവരൊക്കെയാണ് എന്ത് ഇതിൽ വരുന്നത്. ഓക്കെ, സോ അതാണ്. അപ്പോൾ ഉൽഗുലാൻ ആൻഡ് ഗ്രേറ്റ് ടുമൾട്ട് ഇത് എന്തിനെയാണ് പറയുന്നത്? ബിർസ മുണ്ട റിവോൾട്ടിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. റിവോൾട്ട് ഓഫ് 1857 നമുക്ക് അറിയാവുന്നതിന് എന്താണ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് പറയുന്നത്. ദെൻ അതിലെന്താണ് പറയുന്നത്? അല്ലെങ്കിൽ സിപ്പായി മ്യൂട്ടിനി. ഓക്കെ, നമ്മുടെ 1857 മെയിൻ റിവോൾട്ട് എന്ന് പറയുന്നത്. ദെൻ മാപ്ല റെബലിയൻ എവിടെയാണ് ഉണ്ടായിരുന്നത്? നമ്മുടെ മലബാർ റീജിയൻ, കേരളത്തിലുള്ള മലബാർ റീജിയനിലാണ് മാപ്ല റെബലിയൻ ഉണ്ടായിരുന്നത്. അത് എന്തുമായിട്ടായിരുന്നു? അതൊരു ആംഡ് അപ്രൈസിംഗ് ആയിരുന്നു. മുസ്ലിം ടെനൻസ് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ഒരു ആംഡ് അപ്രൈസിംഗ് ആയിരുന്നു എന്ന് പറയുന്നത് മാപ്ല റെബലിയൻ വരുന്നത്. ദെൻ ഇൻഡിഗോ റിവോൾട്ട് ഓഫ് 1859-60 പറയുന്നത് എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ ബംഗാളിലെ പീസൻസിനെ എന്താണ് ഫോഴ്സ് ചെയ്ത് ഇൻഡിഗോ കൾട്ടിവേഷൻ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു. സോ അതിനെതിരെയാണ് ഈ ഇൻഡിഗോ റിവോൾട്ട് വരുന്നത്. സോ ഇതൊന്നുമല്ല ബിർസ മുണ്ട റിവോൾട്ട് ഓഫ് 1899-1900 ആണ് ഏതിൽ വരുന്നത്? ഈ ഉൽഗുലാൻ അല്ലെങ്കിൽ ഗ്രേറ്റ് ടുമൾട്ട് ഡിസ്ക്രിപ്ഷൻ വരുന്നത്. ഓക്കെ, സോ അതാണ് 35ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് 36. With reference to the scholars or literatures of ancient India, consider the following statement. Panini is associated with the Pushyamitra Shunga. Amarsimha is associated with the Harshavardhana. Next, Kalidasa is associated with Chandragupta II. അപ്പോൾ ഇത് നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ഉണ്ടാകുന്ന നോക്കാം. നമുക്ക് അറിയാവുന്ന കാര്യമാണ് ചന്ദ്രഗുപ്ത സെക്കൻഡ് അല്ലെങ്കിൽ വിക്രമാദിത്യ. അദ്ദേഹം എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ സദസ്സിൽ പ്രധാനമായിട്ട് എന്താണ് 9 ജെംസ് ഉണ്ടായിരുന്നു. നമ്മൾ കേട്ടിട്ടുള്ള കഥയാണ് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ 9 ജെംസിൽ ഒരാളാണ് ഇത് കാളിദാസ എന്ന് പറയുന്നത്. സോ അതെന്തായാലും ശരിയാണെന്ന് നമുക്കറിയാം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ആ 9 ജെംസിൽ ആരെന്ന് പറയുന്നത്? ഈ അമരസിംഹ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ പറയുന്നത് അമരസിംഹ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹർഷവർദ്ധന എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും തെറ്റായിരിക്കും. 2 തെറ്റുമ്പോൾ നമുക്ക് ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാം? ഓപ്ഷൻ എ, ബി, ഡി. സോ നമുക്ക് ആൻസർ ഓൾറെഡി കിട്ടി. ഓപ്ഷൻ സി ആയിരിക്കും എന്താ ആൻസർ വന്നത്? 3 ഓൺലി ആയിരിക്കും. അപ്പോൾ ഒന്നും എന്തായിരിക്കും? റോങ് ആയിരിക്കും. ഓക്കെ, കാരണം അമരസിംഹ എന്ന് പറയുന്നത് ആരുടെ കോർട്ടിലെ ആളാണ്? അമരസിംഹ എന്ന് പറയുന്നത് ചന്ദ്രഗുപ്ത സെക്കൻഡ് അല്ലെങ്കിൽ വിക്രമാദിത്യൻ്റെ കോർട്സിലെ തന്നെ 9 ജെംസിൽ ഒരാളാണ് എന്ന് പറയുന്നത് കാളിദാസയും അതുപോലെ എന്താണ് അമരസിംഹയും പറയുന്നത്. സോ അതുകൊണ്ട് എന്താണ് അതിന് അമരസിംഹ തെറ്റാണ് ഇവിടെ കൊടുത്തിരുന്നത്. ഹർഷവർദ്ധനയുടെ ടൈമിലല്ല, അത് ചന്ദ്രഗുപ്ത സെക്കൻഡ് അല്ലെങ്കിൽ വിക്രമാദിത്യൻ്റെ ടൈമിലായിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ പാണിനി ഈസ് അസോസിയേറ്റഡ് വിത്ത് പുഷ്യമിത്ര ശുംഗ എന്നാണ് പറയുന്നത്. പാണിനി എന്താണ് ഒരു 4th പാണിനിയുടെ ടൈം പീരീഡ് വരുന്നത്
4th to 7th സെഞ്ച്വറി ബി സി യിലാണ്. ഓക്കെ, 7th BC ആണെന്ന് പറയുന്നത് പാണ്ഡ്യയുടെ ടൈം വരുന്നത്. ബട്ട് ശുംഗ ഡൈനസ്റ്റി വരുന്നത് ഏകദേശം 2nd സെഞ്ച്വറി ബി സിയിലാണ് വരുന്നത്. ഓക്കെ, 2nd സെഞ്ച്വറി ബി സി. സോ രണ്ടുപേരുടെയും ടൈം പീരീഡ് എന്താണ്, ഡിഫറൻസ് ആണ്. പാണ്ഡ്യ 4th to 7th സെഞ്ച്വറി ബി സിയിലും ശുംഗ ഡൈനസ്റ്റി 2nd സെഞ്ച്വറി ബി സിയിലാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. സോ അതുകൊണ്ട് എന്താണ്, രണ്ടുപേരുടെ ടൈം പീരീഡും ഡിഫറൻ്റ് ആണ്. സോ അതും എന്താണ്, ശരിയല്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും തെറ്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും തെറ്റ്. ഓപ്ഷൻ 3 കാളിദാസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ചന്ദ്രഗുപ്ത സെക്കൻഡ്, അത് മാത്രമാണ് എന്ത് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു, അമരസിംഹ എന്താണ്, ഹർഷവർദ്ധനയുടെ പീരീഡിലല്ല, അമരസിംഹ ചന്ദ്രഗുപ്ത സെക്കൻഡ് അല്ലെങ്കിൽ വിക്രമാദിത്യൻ്റെ കോർട്ടിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് അമരസിംഹ എന്ന് പറയുന്നത്. ഓക്കെ, 9 ജെംസിൽ ഒരാളായിരുന്നു അമരസിംഹ എന്ന് പറയുന്നത്. ഓക്കെ, ഹർഷവർദ്ധനയുടെ പീരീഡ് വരുമ്പോൾ ഏതാണ്, 7th സെഞ്ച്വറിയാണ് വരുന്നത്. ഓക്കെ, ബട്ട് ചന്ദ്രഗുപ്ത സെക്കൻഡിൻ്റെ പീരീഡ് വരുന്നെങ്കിൽ അത് 4th to 5th സെഞ്ച്വറിയാണ് വരുന്നത്. 4th, 5th സെഞ്ച്വറിയാണ് വരുന്നത്. സോ അതുകൊണ്ട് എന്താണ്, അത് പ്രോപ്പറല്ല. ചന്ദ്രഗുപ്ത സെക്കൻഡ് അല്ലെങ്കിൽ വിക്രമാദിത്യ. സോ ആ ഒരു ടൈം പീരീഡിലാണ് ആര്, കാളിദാസിനും അമരസിംഹം ഉണ്ടായിരുന്നത്. ബട്ട് ഹർഷയുടെ പീരീഡ് വരുന്നത്, ഹർഷവർദ്ധനയുടെ പീരീഡ് വരുന്നത് 7th സെഞ്ച്വറിയിലാണ് വരുന്നത്. സോ അതുകൊണ്ട് എന്താണ്, അത് രണ്ടും തെറ്റാണ്. ഓപ്ഷൻ സി 3 ഓൺലി അത് മാത്രമായിരിക്കും ഏത് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. കാളിദാസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ചന്ദ്രഗുപ്ത സെക്കൻഡ്. ഓക്കെ, ഇവിടെ നമ്മൾ അമരസിംഹ നോക്കുമ്പോൾ അമരസിംഹയുടെ ഒരു പ്രധാനപ്പെട്ട ബുക്സ് ഉണ്ട്, അത് ജസ്റ്റ് മറന്നു പോകരുത്. ഏതാണ്, അമരഘോഷ. അത് അമരസിംഹയുടെ ഒരു ബുക്കാണ്, അത് ഓർമ്മിച്ച് വയ്ക്കുക. അമരഘോഷ അമരസിംഹയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ്, നോട്ടബിൾ വർക്കാണ് അമരഘോഷ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കാളിദാസിൻ്റെ വർക്ക്സുകൾ ഒരുപാടുണ്ട്, അതും കൂടെയൊക്കെ ജസ്റ്റ് നോക്കി വയ്ക്കുക. നെക്സ്റ്റ് 37. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് റീസെൻറ്റ് അഡ്വാൻസസ് ഇൻ ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് ടെക്നോളജി, പ്രൊന്യൂക്ലിയർ ട്രാൻസ്ഫർ ഈസ് യൂസ്ഡ് ഫോർ. പ്രൊന്യൂക്ലിയർ ട്രാൻസ്ഫർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ, ഫെർട്ടിലൈസേഷൻ ഓഫ് egg in vitro by the donor sperm. Option B, genetic modification of sperms producing cells. Option C, development of stem cells into functional embryos. Option D, prevention of mitochondrial diseases in offspring. അപ്പോൾ പ്രൊന്യൂക്ലിയർ ട്രാൻസ്ഫർ എന്തിനാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഏതാണ് വരുന്നത്, ഓപ്ഷൻ ഡി ആണ് വരുന്നത്. പ്രിവെൻഷൻ ഓഫ് മൈറ്റോകോൺഡ്രിയൽ ഡിസീസസ് ഇൻ ഓഫ് സ്പ്രിംഗ് ആണ് പ്രൊന്യൂക്ലിയർ ട്രാൻസ്ഫറിൽ വരുന്നത്. ഓക്കെ, സോ എന്താണ് എന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ഫോം ഓഫ് മൈറ്റോകോൺഡ്രിയൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയാണ് പറയുന്നത്. മൈറ്റോകോൺഡ്രിയൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. സോ അതാണ് ഏത്, ഈ പ്രൊന്യൂക്ലിയർ ട്രാൻസ്ഫറിൽ പറയുന്നത്. ഓക്കെ, സോ ഇത് എന്ത് അലോ ചെയ്യുന്നുണ്ട്, പാരൻസ് ടു ഹാവ് എ ജനറ്റിക്കലി റിലേറ്റഡ് ചൈൽഡ് വിത്തൗട്ട് പാസിങ് ഓൺ ഡിഫക്റ്റീവ് മൈറ്റോകോൺഡ്രിയ പാസ് ചെയ്യാതെ തന്നെ എന്താണ് പാരൻസിന് ചൈൽഡിന് എന്താണ് ബർത്ത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഡിഫക്റ്റീവ് മൈറ്റോകോൺഡ്രിയ പാസ് ചെയ്യുന്നില്ല ഇവിടെ. ഡിഫക്റ്റീവ് മൈറ്റോകോൺഡ്രിയ എന്താണ് പാസ് ചെയ്യാതെ തന്നെ എന്താണ് പാരൻസിന് ഓഫ്സ്പ്രിങ്ങിന് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ അതാണ് ഏത് പറയുന്നത്, മൈറ്റോകോൺഡ്രിയൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയിൽ അല്ലെങ്കിൽ പ്രൊന്യൂക്ലിയർ ട്രാൻസ്ഫറിൽ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ ഓഫ് എഗ് ഇൻ വിട്രോ ബൈ ഡോണർ സ്പേം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. ഏതായിരിക്കും അത്, ഒരു സ്റ്റാൻഡേർഡ് പാർട്ട് ഓഫ് IVF ആണ്. ഓക്കെ, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പാർട്ടാണ് ഇത് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ നമ്മൾ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്നും പറയുന്നുണ്ട്. ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്നും അതിനെ പറയുന്നുണ്ട്. സോ അതാണ് വരുന്നത്. ദെൻ ജനറ്റിക് മോഡിഫിക്കേഷൻ ഓഫ് സ്പേം പ്രൊഡ്യൂസിങ് സെൽസ്, അത് നമ്മൾ എന്താണ് ജെർംലൈൻ ജീൻ എഡിറ്റിംഗ് എന്നാണ് പറയുന്നത്. അതിന് ജെർംലൈൻ ജീൻ എഡിറ്റിംഗ് നമ്മൾ കേട്ടിട്ടുണ്ട്. ജീൻ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഏത് പ്രോസസ് ആയിരിക്കും വരുന്നത്, ക്രിസ്പിയർ. ഓക്കെ, ക്രിസ്പർ പ്രോസസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതെന്താണ് ന്യൂക്ലിയറിനെ ഒക്കെ DNA ഓഫ് സ്പേമിലുള്ള ന്യൂക്ലിയറിനെ എന്താണ് ആൾട്ടർ ചെയ്യുന്നു. അതാണ് എന്ത് ഈ ഒരു പ്രോസസ്സ് വരുന്നത്, ജെർംലൈൻ ജീൻ എഡിറ്റിംഗിൽ വരുന്നത്. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റെം സെൽസ് ഇൻറ്റു ഫങ്ഷണൽ എംബ്രിയോസ് വരുന്നത് ഏതിലാണ്, അത് ഒരു ഇൻവിട്രോ ഗാമറ്റോജെനിസ് ടെക്നോളജിയാണ് റെഫർ ചെയ്യുന്നത്. ഇൻവിട്രോ ഗാമറ്റോജെനിസ് ടെക്നോളജി. ഓക്കെ, ഗാമറ്റോജെനിസ് ആണ് വരുന്നത്. സോ അതുകൊണ്ട് ഇത് മൂന്നുമല്ല, ആൻസർ വരുന്നത് ഏതാണ്, ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. പ്രിവെൻഷൻ ഓഫ് മൈറ്റോകോൺഡ്രിയൽ ഡിസീസ് ഓഫ് ഓഫ്സ്പ്രിംഗ്, അതായത് മൈറ്റോകോൺഡ്രിയൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയാണ് ഇവിടെ വരുന്നത്. ഡിഫക്റ്റീവ് മൈറ്റോകോൺഡ്രിയ റിമൂവ് ചെയ്തിട്ട്, ഓക്കെ, അതില്ലാതെ തന്നെ എന്താണ് ഓഫ്സ്പ്രിങ്സിന് ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്നത് പ്രൊന്യൂക്ലിയർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് 37ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നെക്സ്റ്റ് 38. With the present state of development, artificial intelligence can effectively do which of the following? Bring down electricity consumption in industrial units, create meaningful short stories and songs, disease diagnosis, text-to-speech conversion, wireless transmission of electrical energy.
അപ്പോൾ ഇതിൽ ഏതെങ്കിലും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇഫക്റ്റീവ്ലി നമുക്ക് ഏതൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ ഇതിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ക്രിയേറ്റ് മീനിങ് ഫുൾ ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് സോങ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ക്രിയേറ്റ് മീനിങ് ഫുൾ ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് സോങ്സ്. അപ്പോൾ AI വെച്ച് ഷോർട്ട് സ്റ്റോറീസോ സോങ്സോ അല്ലെങ്കിൽ നമ്മൾ പ്രോംപ്റ്റ് ഇട്ട് കൊടുക്കുന്നതിലേക്ക് എന്താണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. പക്ഷേ അതിലൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എന്തായിരിക്കും, ഡൗട്ടായിരിക്കും. കാരണം ഇവിടെ പറയുന്നത് ക്രിയേറ്റ് മീനിങ് ഫുൾ ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് സോങ്സ് എന്നാണ് പറയുന്നത്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, കാരണം ഇത് വരുന്നത് എന്താണ്, നോർമലി വരുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള സെൻസാണ് ഈ വരുന്നത്. ഓക്കെ, ക്വാളിറ്റേറ്റീവ് സെൻസാണെന്ത് ഇതിൽ വരുന്നത്. അപ്പോൾ AI കൊണ്ടെന്നാണ് അത്രയും ഒരു ക്വാളിറ്റി ആയിട്ടുള്ള കാര്യം ചെയ്യുന്നത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ഇവിടെ പറയുന്നത് ക്രിയേറ്റീവ് മീനിങ് ഫുൾ ഷോർട്ട് സ്റ്റോറീസ്, മീനിങ് ഫുൾ എന്നും കൂടെ പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് എന്തായിരുന്നു അത് എലിമിനേറ്റ് ചെയ്യേണ്ടതാണ്. സോ ഇവിടെ മീനിങ് ഫുൾ എന്ന് പറയുമ്പോൾ എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ 2 പോകുമ്പോൾ തന്നെ നമുക്ക് ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാം, A എലിമിനേറ്റ് ചെയ്യാം, C, D. ഓക്കെ, സോ 3 സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ആൻസർ ഏതായിരിക്കും അപ്പം, ഓപ്ഷൻ B ആയിരിക്കും. 1, 3 and 4 ഓൺലി ആയിരിക്കും. 1, 3 and 4 ഓൺലി ആയിരിക്കും. അപ്പോൾ 5 എന്തായിരിക്കും, റോങ് ആയിരിക്കും. വയർലെസ് ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, റോങ് ആണ്. ഓക്കെ, അത് എന്താണ് ഇതിലേക്ക് വരത്തില്ല. വയർലെസ് ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി വരുന്നില്ല. കാരണം എന്താണ്, AIക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനെ ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും. ഓക്കെ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുമെങ്കിലും അവർക്ക് എന്താണ് പുതിയൊരു കാര്യത്തിന് അല്ലെങ്കിൽ പുതിയൊരു എനർജി എന്താണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. ഓക്കെ, സോ അത് തെറ്റാണ്. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ B ആണ്. 1, 3 and 4 ഓൺലി മാത്രമായിരിക്കും. ബാക്കിയെല്ലാം AIക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ബ്രിങ് ഡൗൺ ഇലക്ട്രിക്കൽ കൺസംഷൻ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്, ദെൻ ഡിസീസ് ഡയഗ്നോസിസ്, ടെക്സ്റ്റ് ടു സ്പീച്ച് കൺവേർഷൻ. ഇതെല്ലാം എന്താണ് അതിൽ വരുന്നതാണ്, AIയുടെ പ്രത്യേകതകളിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ 38ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് എന്താണ്, ഓപ്ഷൻ B ആണ്. 1, 3 and 4 ഓൺലി ആയിരിക്കും. നെക്സ്റ്റ് 39ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വിത്ത് റെഫറൻസ് ടു വിസിബിൾ ലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, അതായത് VLC ടെക്നോളജി, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ഓക്കെ, VLC ആയിട്ട് റിലേറ്റ് ആയിട്ട് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് VLC യൂസസ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം വേവ് ലെങ്ത് ടു 375 780 നാനോമീറ്റർ. ഓക്കെ, 375 to 780 നാനോമീറ്റർ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, VLC ഈസ് നോൺ ആസ് ലോങ് റേഞ്ച് ഒപ്റ്റിക്കൽ വയർലെസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, VLC എന്താണ്, ലോങ് റേഞ്ച് ഒപ്റ്റിക്കൽ വയർലെസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, VLC can transmit a large amount of data faster than Bluetooth. Fourth statement, VLC has no electromagnetic interference. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പറയുന്നത് എന്താണ്, VLCയുടെ ഫുൾ ഫോം പറയുന്നുണ്ട് അവർ വിസിബിൾ ലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ സംതിങ് റിലേറ്റഡ് ടു ലൈറ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, VLC യൂസസ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം വേവ് ലെങ്ത് ഓഫ് 375 to 780 നാനോമീറ്റർ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, VLC ഈസ് നോൺ ആസ് ലോങ് റേഞ്ച് ഒപ്റ്റിക്കൽ വയർലെസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നോക്കി, ലോങ് റേഞ്ച് ഒപ്റ്റിക്കൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ലൈറ്റുമായിട്ട് റിലേറ്റഡ് അല്ലെങ്കിൽ ലൈറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കാണ്. അപ്പം ലൈറ്റ് നമുക്കറിയാം എല്ലാ മീഡിയത്തിലൂടെയും കടന്നു പോകത്തില്ല, എല്ലാ മീഡിയത്തിലൂടെ എന്താണ് ലൈറ്റ് പാസ് ചെയ്ത് പോകത്തില്ല. ഓക്കെ, കാരണം ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില മീഡിയംസ് എന്താണ് ലൈറ്റിന് ഒപ്പേക്ക് ആയിട്ടുണ്ടായിരിക്കും. സോ അതിലൂടെ എന്താണ് ലൈറ്റ് പാസ് ചെയ്ത് പോകത്തില്ല. സോ അങ്ങനെയുള്ളൊരു ഇതിന് ലോങ് റേഞ്ച് ഒപ്റ്റിക്കൽ വയർലെസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, റോങ് ആയിരിക്കും. കാരണം ലൈറ്റ് എന്താണ് എല്ലാ മീഡിയത്തിലൂടെയും പാസ് ചെയ്ത് പോകത്തില്ല, കുറച്ച് മീഡിയത്തിലൂടെ മാത്രമേ എന്താണ് പോകത്തുള്ളൂ. സോ ലോങ് റേഞ്ച് ഒപ്റ്റിക്കൽ വയർലെസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് റോങ് ആയിരിക്കും. സോ അതെന്തായിരിക്കും നമുക്ക് ആദ്യമേ എലിമിനേറ്റ് ചെയ്യാം. കാരണം അത് ലൈറ്റ് എന്താണ് എല്ലാ മീഡിയത്തിലൂടെയും പോകാത്തതുകൊണ്ട് എന്താണ് ചില മീഡിയത്തിൽ ലൈറ്റിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും. സോ അതെന്താണ് ഒരു ലോങ് റേഞ്ച് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ 2 എലിമിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ ആൻസർ എലിമിനേറ്റ് ചെയ്യാം, A, B അതുപോലെ D. സോ അഗെയിൻ നമുക്ക് ആൻസർ കിട്ടി. ഏതായിരിക്കും, ഓപ്ഷൻ C ആയിരിക്കും. 1, 3 and 4 ആയിരിക്കും. ഓക്കെ, കാരണം ഇവിടെ ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരിക്കലും ലോങ് റേഞ്ച് പറ്റില്ല, അതെന്തായിരിക്കും ഷോർട്ട് റേഞ്ച് ഒപ്റ്റിക്കലായിരിക്കും. ഷോർട്ട് റേഞ്ച് ഒപ്റ്റിക്കലായിരിക്കും വരുന്നത്. ബാക്കിയൊക്കെ അപ്പോൾ എന്തായിരിക്കും ശരിയായിരിക്കും. VLC യൂസസ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം വേവ് ലെങ്ത് ഓഫ് 375 to 780 നാനോമീറ്റർ. Then VLC can transmit large amount of data faster than Bluetooth, and also VLC has no electromagnetic interference. VLCക്ക് എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഇല്ല. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്. 1, 3 and 4 ആയിരിക്കും. ഓക്കെ, സോ അതാണ് 39ാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാൻ കാരണം നമ്മൾ പറഞ്ഞു, കാരണം ലൈറ്റ് എല്ലാ മീഡിയത്തിലൂടെയും പോകത്തില്ല. ഏതൊക്കെ മീഡിയത്തിലൂടെ ആയിരിക്കും, അത് സുതാര്യമായിട്ടുള്ള മീഡിയത്തിലൂടെ മാത്രമേ പോകത്തുള്ളൂ. ചില ഒപ്പേക്ക് മീഡിയത്തിൽ എന്തായിരിക്കും ലൈറ്റിന് പാസ് ചെയ്ത് വരത്തില്ല. എക്സാമ്പിൾ നമുക്കൊരു വോൾ തന്നെ എടുത്താൽ മനസ്സിലാവും. സോ അതുകൊണ്ട് എന്താണ് അതിനെ ലോങ് റേഞ്ച് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല, എപ്പോഴും എന്തായിരിക്കും ഷോർട്ട് റേഞ്ച് ആയിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ആൻസർ വരുന്നത് എന്താണ് 1, 3, 4 ആയിരിക്കും. 1, 3, 4 ആയിരിക്കും. അതാണ് ആൻസർ ഓപ്ഷൻ C ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ അതാണ് 39th ക്വസ്റ്റ്യൻ വരുന്നത്.
ദെൻ ആൾസോ ഇതിൽ പറയുന്നത് എന്താണ് ഫാസ്റ്റർ ദാൻ ബ്ലൂടൂത്ത് എന്ന് പറയുന്നത്. കാരണം ഇതിലെന്താണ് ട്രാൻസ്മിഷൻ സ്പീഡ് വരുന്നത് ജിഗാബൈറ്റ്സ് പെർ സെക്കൻഡ് ആണ്, GB പെർ സെക്കൻഡ് ആണ് ഇതിൻ്റെ ട്രാൻസ്മിഷൻ സ്പീഡ് വരുന്നത്. GB പെർ സെക്കൻഡ് ആണ് ട്രാൻസ്മിഷൻ സ്പീഡ് വരുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് അത് ബ്ലൂടൂത്തിനെക്കാട്ടിയും ഫാസ്റ്റർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 40th ക്വസ്റ്റ്യൻ. വിത്ത് റെഫറൻസ് ടു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ആയിട്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് എ പബ്ലിക് ലെഡ്ജർ ദാറ്റ് എവരി വൺ ക്യാൻ ഇൻസ്പെക്ട് ബട്ട് വിച്ച് നോ സിംഗിൾ യൂസർ കൺട്രോൾസ്. Second statement, the structure and the design of blockchain is such that all the data in it are about cryptocurrency only. Third statement, application that depend on basic features of blockchain can be developed without anybody's permission. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 1 and 2 only, ഓപ്ഷൻ സി 2 only, ഓപ്ഷൻ ഡി 1 and 3 only. അപ്പോൾ ഇതിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, the structure and the design of blockchain is such that all the data in it are about cryptocurrency only. ഇതിലുള്ള എല്ലാ ഡേറ്റ എന്താണ് ക്രിപ്റ്റോ കറൻസി ഉള്ളി എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയല്ല. ഓക്കെ, എല്ലാം എന്താണ് ക്രിപ്റ്റോ കറൻസി മാത്രമല്ല, അതിലെന്താണ് ക്രിപ്റ്റോ കറൻസി അല്ല, വേറെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അതായത് എന്താണ് സ്മാർട്ട് കോൺട്രാക്ട്സ്, സപ്ലൈ ചെയിൻ റെക്കോർഡ്സ്, ഇതെല്ലാം എന്താണ് ഈ ക്രിപ്റ്റോ കറൻസി അല്ലാണ്ട് അതിലുള്ള കാര്യങ്ങളാണ്. സ്മാർട്ട് കോൺട്രാക്ട്സ്, ദെൻ സപ്ലൈ ചെയിൻ റെക്കോർഡ്സ്, ഇതെല്ലാം എന്താണ് ഇതിൽ ഉള്ളതാണ്. സോ അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഏതൊക്കെ പോവും? ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും പോവും. ദെൻ 1 എന്തായാലും ഉള്ളതാണ്. സോ ഇറ്റ്സ് എ പബ്ലിക് ലെഡ്ജർ ദാറ്റ് എവരി വൺ ക്യാൻ ഇൻസ്പെക്ട് ബട്ട് വിച്ച് നോ സിംഗിൾ യൂസർ കൺട്രോൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതപ്പോൾ എന്താണ് രണ്ടിലും കോമൺ ആയിട്ടുള്ളതാണ്, ശരിയാണ്. അതുപോലെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ് ആപ്ലിക്കേഷൻ ദാറ്റ് ഡിപ്പെൻഡ് ഓൺ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ബ്ലോക്ക് ചെയിൻ ക്യാൻ ബി ഡെവലപ്ഡ് വിത്തൗട്ട് എനിബഡീസ് പെർമിഷൻ. ഓക്കെ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. കാരണം അതിൻ്റെ എന്താണ് വേറൊരാളുടെ പെർമിഷൻ്റെ ആവശ്യമില്ല ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, സോ മെനി ബ്ലോക്ക് ചെയിൻ ആപ്ലിക്കേഷൻസ് പർട്ടിക്കുലർലി പബ്ലിക് ഓൺ ആയിട്ടുള്ളത്. ഓക്കെ, സോ പർട്ടിക്കുലർലി പബ്ലിക് ഓൺസ് അലോ ഡെവലപ്പേഴ്സ് ടു ബിൽഡ് ആപ്സ് വിത്തൗട്ട് റിക്വയറിങ് പെർമിഷൻ. ഓക്കെ, സോ പെർമിഷൻ ഇല്ലാതെ തന്നെ എന്താണ് അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ അതും ശരിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2 and 3 only ആയിരിക്കും. ഓക്കെ, സോ അതാണ് 14th ക്വസ്റ്റ്യൻ പറയുന്നത്. നെക്സ്റ്റ് 41. വിത്ത് റെഫറൻസ് ടു കാർബൺ നാനോ ട്യൂബുൾസ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. They can be used as carriers of drugs and antigen in the human body. They can be made into artificial blood capillaries for an injured part of human body. They can be used in biochemical senses. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് കാർബൺ നാനോ ട്യൂബിൾസ് ആർ ബയോഡിഗ്രേഡബിൾ. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കിതിൽ ആദ്യം ഏതെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ദേ ക്യാൻ ബി മെയ്ഡ് ഇൻ ടു ആർട്ടിഫിഷ്യൽ ബ്ലഡ് കാപ്പിലറീസ് ഫോർ ആൻ ഇഞ്ചേർഡ് പാർട്ട് ഓഫ് ഹ്യൂമൻ ബോഡി. ഓക്കെ, ഇഞ്ചേർഡ് പാർട്ട് ഓഫ് ഹ്യൂമൻ ബോഡിയിൽ ഒരു ആർട്ടിഫിഷ്യൽ ബ്ലഡ് കാപ്പിലറി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ എന്താണ് ഹ്യൂമൻ ബോഡിയിൽ ഒരു ആർട്ടിഫിഷ്യൽ ബ്ലഡ് കാപ്പിലറി ആയിട്ട് എന്താണ് ഇത് വയ്ക്കുമ്പോൾ എന്തായിരിക്കും നോർമലി ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ഉണ്ടാകും. കാരണം എന്ത് ചെയ്യും, പുറത്തുനിന്നൊരു ഐറ്റം വന്നേക്കുകയാണ്. അപ്പം നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ് എന്താണ് അതിനെതിരെ പ്ലേറ്റ്ലെറ്റ്സിന് എന്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഒരു ആക്ടിവേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പ്ലേറ്റ്ലെറ്റ് എന്താണ് ട്രിഗർ ആവാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ബ്ലഡ് കാപ്പിലറീസിൽ വരുമ്പോഴത്തേക്കും. സോ അങ്ങനെ ട്രിഗർ ആയാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്, പ്ലേറ്റ്ലെറ്റ്സ് നമ്മളെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ അങ്ങനെ ട്രിഗർ ആയാൽ ബ്ലഡ് ക്ലോട്ട് ആവുന്നതിന് കാരണമാവും. സോ അതെന്തായിരിക്കും നമ്മുടെ ബോഡിക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് എന്താണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കാരണം ആർട്ടിഫിഷ്യൽ ബ്ലഡ് കാപ്പിലറീസ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും, ദേ ക്യാൻ ട്രിഗർ പ്ലേറ്റ്ലെറ്റ് ആക്ടിവേഷൻ. ഓക്കെ, they can trigger platelet activation, lead to blood clotting. Okay, so our statement രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്താൽ നമുക്ക് ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാം. എഗെയിൻ നമുക്ക് ആൻസർ കിട്ടി ഓപ്ഷൻ സി ആയിരിക്കും. 1, 3 and 4 ആയിരിക്കും. ഓക്കെ, കാരണം രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ബ്ലഡ് കാപ്പിലറീസിലേക്ക് നമ്മൾ അത് ഇഞ്ചെക്ട് ചെയ്താൽ അതിന് എന്താണ് പ്ലേറ്റ്ലെറ്റ്സിന് ട്രിഗർ ചെയ്യാൻ കാരണമാവും. അതുവഴി ഇറ്റ് ക്യാൻ ലീഡ് ടു ദ ബ്ലഡ് ക്ലോട്ടിങ്. ഓക്കെ, സോ ആക്ടിവേഷൻ ലീഡ് ടു ബ്ലഡ് ക്ലോട്ടിങ് ആവും. സോ അതുകൊണ്ട് എന്താണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ആൻസർ വരുന്നത് അപ്പോൾ 1, 3 and 4 ആയിരിക്കും. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 3 and 4 ഓൺലി ആയിരിക്കും. They can be used as carriers of drugs and antigens in the human body. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. Then they can be used in biochemical sensors. അതും റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ദെൻ കാർബൺ നാനോ ട്യൂബിൾസ് ബയോഡിഗ്രേഡബിൾ. അതെന്താണ് അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്.
ഓക്കെ, സോ 41 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 3 ആൻഡ് 4 ഓൺലി ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് കാർബൺ ട്യൂബിൾസ് എന്ന് പറയുന്നത്? ഇതൊരു സിലിണ്ട്രിക്കൽ മോളിക്യൂൾസ് ആണ്. കൺസിസ്റ്റ് ഓഫ് റോൾഡ് അപ്പ് ഷീറ്റ്സ് ഓഫ് സിംഗിൾ ലെയർ കാർബൺ ആറ്റം. ഓക്കെ, ഇതിൽ സിംഗിൾ ലെയർ കാർബൺ ആറ്റം ആയിരിക്കും വരുന്നത്. സിംഗിൾ ലെയർ കാർബൺ ആറ്റം ആയിരിക്കും ഇതിൽ വരുന്നത്. സോ ആൾസോ ഇതെന്തായിരിക്കും? സിലിണ്ട്രിക്കൽ മോളിക്യൂൾസ് ആയിരിക്കും വരുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു എന്താണ് ആൻറ്റിബോഡീസോ പ്രോട്ടീൻസ് എന്താണ് എഫിഷ്യൻ്റ് ആയിട്ട് ഡ്രഗ് ഒക്കെ എന്താണ് നമ്മുടെ ബോഡിയിലേക്ക്, മനുഷ്യൻ്റെ ബോഡിയിലേക്ക് ക്യാരി ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാർബൺ നാനോ ട്യൂബിൾസിനെ പറ്റി പറയുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 3 ആൻഡ് 4 ആയിരിക്കും. നെക്സ്റ്റ് 42. കൺസിഡർ ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്. സ്പ്രേയിങ് പെസ്റ്റിസൈഡ്സ് ഓൺ എ ക്രോപ്പ് ഫീൽഡ്, inspecting the craters of active volcanoes, collecting breath samples from sprouting whales for DNA analysis. At the present level of technology, which of the above activities can be successfully carried out using drones? So drones use ചെയ്ത് നമുക്ക് ഇതിൽ ഏതൊക്കെ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? എഗെയിൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെ ആയിരിക്കും? ഇപ്പോൾ സ്പ്രേയിങ് പെസ്റ്റിസൈഡ്സ് ഓൺ ക്രോപ്പ് ഫീൽഡ് നമ്മൾ കാണുന്നതാണ്, ഡ്രോൺസ് യൂസ് ചെയ്യാറുണ്ട്. ഇൻസ്പെക്ടിങ് ദ ക്രൈറ്റേഴ്സ് ഓഫ് ആക്റ്റീവ് വോൾക്കാനോസ്, അവിടെ എന്താണ് ഡ്രോൺസ് യൂസ് ചെയ്യാൻ പറ്റും, കാരണം മനുഷ്യനെത്താത്ത സ്ഥലത്ത് നിന്നായിരിക്കും ഡ്രോൺസിന് പോകാനായിട്ട് പറ്റും. ദെൻ കളക്ടിങ് ബ്ലഡ് സാമ്പിൾസ് ഫ്രം സ്പ്രൗട്ടിംഗ് വെയിൽസ് ഫോർ DNA അനലൈസിസ്, അവിടെ എന്താണ് ഡ്രോൺസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. 1, 2 ആൻഡ് 3 ആയിരിക്കും. സോ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതെന്തായിരിക്കും? കോമൺ ആയിട്ട് ബേസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഡ്രോൺസ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഏതൊക്കെ ഫീൽഡിൽ യൂസ് ചെയ്യാമെന്നുള്ള ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3. അതിൽ വേറെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടില്ല. നെക്സ്റ്റ് 43. The experiment will employ a trio of spacecraft flying in formation in the shape of an equilateral triangle that has sides 1 million kilometers long with laser shining between the craft. The experiment in question refers to Voyager 2, New Horizons, LISA Pathfinder, Evolved LISA. Again അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവോൾവ്ഡ് ലിസയാണ് വരുന്നത്. ഓക്കെ, സോ യൂറോപ്യൻ സ്പേസ് ഏജൻസി പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളൊരു മിഷനാണ് ഏതെന്ന് പറയുന്നത്? ഇവോൾവ്ഡ് ലിസ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ഡിസൈൻ ടു ഡിറ്റക്ട് ഗ്രാവിറ്റേഷണൽ വേവ്സ്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ വേവ്സ് ഡിറ്റക്ട് ചെയ്യുക എന്നാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. വേവ് ഡിറ്റക്ഷൻ. സോ അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. സോ യൂറോപ്യൻ സ്പേസ് ഏജൻസിയിലാണ് ഇവോൾവ്ഡ് ലിസയാണ് എന്താണ് ഗ്രാവിറ്റേഷണൽ വേവ് ഡിറ്റക്ഷനാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? യൂസിങ് 3 സ്പേസ് ക്രാഫ്റ്റ്. ഇത് ഇവിടെ പറയുന്നുണ്ട്, ട്രയോ സ്പേസ് ക്രാഫ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻ ദ ഫോർമേഷൻ ഇൻ ദ ഷേപ്പ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ പോലെയാണ്. ആൻഡ് ദാറ്റ് ഹാസ് സൈഡ്സ് 1 million kilometers ലോങ്. ഓക്കെ, സോ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവോൾവ്ഡ് ലിസ. ഓക്കെ, അതാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയിലാണ് പറയുന്നത്. ഗ്രാവിറ്റേഷണൽ വേവ് ഡിറ്റക്ഷനാണ് പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ളതുകൊണ്ട് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വരുന്നത് Voyager 2 ആണ്. Voyager 2 ആരുടെയാണ് പറയുന്നത്? അത് നാസയുടെ ആണ് പറയുന്നത്. Voyager 2 ആരുടെയാണ്? നാസയാണ്. ഓക്കെ, അമേരിക്കയുടെ നാസയുടെയാണ് Voyager 2 എന്ന് പറയുന്നത്. അതൊരു സ്പേസ് ക്രാഫ്റ്റ് മിഷനാണ്. എന്തിനു വേണ്ടിയാണ്? സ്റ്റഡി ദ സോളാർ സിസ്റ്റംസ് ജെയിൻസ് പ്ലാനറ്റ്. ഓക്കെ, സോളാർ സിസ്റ്റത്തിലുള്ള ജെയിൻ പ്ലാനറ്റ്സിനെ പറ്റി സ്റ്റഡി ചെയ്യണം. അത് ഏതൊക്കെയായിരിക്കും? നമ്മുടെ ജൂപ്പിറ്റർ, then Saturn, Uranus and also Neptune. സോ ഇതിനെപ്പറ്റിയൊക്കെ എന്താണ് സ്റ്റഡി ചെയ്യുക എന്നാണ് ഈ Voyager 2ൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ദെൻ ന്യൂ ഹൊറിസോൺസ് പറയുന്നത്, ന്യൂ ഹൊറിസോൺസ് എന്താണ്? അത് പ്ലൂട്ടോയുടെയും അതുപോലെ എന്താണ് അതിന് ശേഷമുള്ള ക്യൂപ്പർ ബെൽറ്റിനെയും അതിനെ പറ്റിയുള്ള പഠനത്തിനും അതിനെ പറ്റിയുള്ള എക്സ്പ്ലോറേഷനും വേണ്ടിയാണ് ന്യൂ ഹൊറിസോൺസ് വന്നിട്ടുള്ളത്. പ്ലൂട്ടോ ആൻഡ് ക്യൂപ്പർ ബെൽറ്റ്, അതാണ് ന്യൂ ഹൊറിസോൺസ് വരുന്നത്. ദെൻ ലിസ പാത്ത്ഫൈൻഡർ പറയുന്നുണ്ട്. അതെന്താണ്? അതും ഇതുപോലെ എന്താണ് സ്പേസ് ബേസ്ഡ് ഗ്രാവിറ്റേഷണൽ വേവ് ഒബ്സർവേറ്ററിക്ക് വേണ്ടിയുള്ള ഒരു ക്രാഫ്റ്റാണ് എന്ന് പറയുന്നത് ലിസ പാത്ത്ഫൈൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, സ്പേസ് ബേസ്ഡ് ഗ്രാവിറ്റേഷണൽ വേവ് ഒബ്സർവേറ്ററി, അതാണ് ലിസ പാത്ത്ഫൈൻഡർ പറയുന്നത്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഇവോൾവ്ഡ് ലിസയാണ്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഗ്രാവിറ്റേഷണൽ വേവ് ഡിറ്റക്ഷനാണ് പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് 44ാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. Genetic changes can be introduced in the cells that produce exosperms of a prospective parent. A person's genome can be edited before birth at the early embryonic stage. Option 3 പറയുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് 3 പറയുന്നത് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് പ്ലൂറിപോട്ടൻറ്റ് സ്റ്റെം സെൽസ് ക്യാൻ ബി ഇൻജെക്റ്റഡ് ഇൻ ടു ദ എംബ്രിയോ ഓഫ് എ പിഗ്. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. 1 only, 2 and 3 only, 2 only, 1, 2 and 3 only. ഓക്കെ, സോറി 1, 2 and 3. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയായിരിക്കും?
അറിയാവുന്ന കാര്യമാണ്. ജനറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സയൻസ് ആൻഡ് ടെക്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 മൂന്നും എന്താണ് ശരിയാണ്. ഓക്കെ, ജനറ്റിക് ചേഞ്ചസ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ സെൽസ് ദാറ്റ് പ്രൊഡ്യൂസ് എക്സോസ്പേംസ് ഓഫ് പ്രോസ്പെക്റ്റീവ് പാരന്റ്. അതെന്താണ് ശരിയായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ദെൻ സെക്കൻഡ് പറയുന്നത് എന്താണ്, എ പേഴ്സൺസ് ജീനോം ക്യാൻ ബി എഡിറ്റഡ് ബിഫോർ ബർത്ത് അറ്റ് ദ ഏർലി എംബ്രിയോണിക് സ്റ്റേജ്. ഓക്കെ, സോ അതും എന്താണ് റൈറ്റ് ആൻസർ റൈറ്റായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. കാരണം ഇതിൽ നമ്മൾ എന്താണ് നേരത്തെ പറഞ്ഞ ക്രിസ്പർ ടെക്നോളജി എന്താണ് ഇതിൽ യൂസ് ചെയ്യാം. ഓക്കെ, ക്രിസ്പർ ടെക്നോളജി അതുപോലെ എന്താണ് വേറെ ടൂൾസുകളുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഏതാണ്, ജെർമലൈൻ ടെക്നോളജിയാണ്. നമ്മൾ അത് നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു, ജെർമലൈൻ ജീൻ തെറാപ്പി. ഓക്കെ, സോ സെക്കൻഡ് പറയുന്നത് ക്രിസ്പർ ടെക്നോളജി, അതുപോലെ തന്നെ ബാക്കി ടൂൾസ് അതർ ടൂൾസ്. Then human induced pluripotent stem cells can be injected into the embryo of a pig. അതും എന്താണ് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് പറയുന്നത്. ഓക്കെ, ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലൂറിപോട്ടൻറ്റ് സ്റ്റെം സെൽസ് എന്താണ് പിഗിൻ്റെ എംബ്രിയോയിലേക്ക് എന്താണ് ഇൻജെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതും എന്താണ് ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2 and 3 ആയിരിക്കും. നെക്സ്റ്റ് 45. What is the importance of using pneumococcal conjugal vaccines in India? Okay, pneumococcal conjugal vaccines യൂസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ചോദിച്ചേക്കുന്നത്. First one, these vaccines are effective against pneumonia as well as meningitis and sepsis. Second one, dependence on antibiotics that are not effective against drug-resistant bacteria can be reduced. Third one, these vaccines have no side effects and cause no allergic reactions. അപ്പോൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ ഏതെങ്കിലും ഉണ്ടാകുന്ന നോക്കാം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ദീസ് വാക്സിൻസ് ഹാവ് നോ സൈഡ് എഫക്ട്സ് ആൻഡ് കോസ് നോ അലർജിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏത് വാക്സിൻസ് ആയാലും എന്താണ് എന്തെങ്കിലുമൊക്കെ സൈഡ് എഫക്ട്സ് കാണിക്കും. ഇപ്പോൾ എന്താണ് മൈൽഡ് അലർജി കാണുമായിരിക്കും, ചിലർക്ക് മൈൽഡ് ഫീവർ കാണുമായിരിക്കും, ചിലർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ടയേർഡ് കാര്യങ്ങളാണ്. സോ ഏതൊരു വാക്സിൻ ആയാലും എന്താണ് സൈഡ് എഫക്ട്സ് ഇല്ല എന്ന് പറയുന്നത് അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കില്ല. അപ്പോൾ മൈൽഡ് സൈഡ് എഫക്ട്സ് എന്തെങ്കിലുമൊക്കെ കാണും. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ആദ്യം എന്താണ് എലിമിനേറ്റ് ചെയ്യാം. സോ രണ്ട് ഓപ്ഷൻസ് നമുക്ക് അങ്ങനെ എലിമിനേറ്റ് ചെയ്യാം. ഇതിൽ ഒന്ന് എന്തായാലും ശരിയായെന്ന് അവർ പറയുന്നുണ്ട്. കാരണം ദീസ് വാക്സിൻസ് ആർ എഫക്റ്റീവ് അഗെയിൻസ്റ്റ്, കാരണം 1, 2 കോമൺ ആയിട്ടുണ്ട്, എഫക്റ്റീവ് അഗെയിൻസ്റ്റ് ന്യൂമോണിയ ആസ് വെൽ ആസ് മെനിഞ്ചൈറ്റിസ് ആൻഡ് സെപ്സിസ്. സോ അത് റൈറ്റ് ആൻസർ ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഡിപ്പെൻഡ്സ് ഓൺ ആൻറ്റിബയോട്ടിക് ദാറ്റ് ആർ നോട്ട് എഫക്റ്റീവ് അഗെയിൻസ്റ്റ് ഡ്രഗ് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയ ക്യാൻ ബി റെഡ്യൂസ്ഡ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. ഓക്കെ, സോ ഈ ഒരു കാരണം എന്താണ് പ്രിവെൻറ്റിങ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്. ഓക്കെ, ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ് എന്താണ് ഈ PCVs. ഓക്കെ, ന്യൂമോണിയൽ കോൺജുഗൽ വാക്സിൻസ്. ഓക്കെ, PCVs എന്ത് ചെയ്യുന്നു, ദേ ക്യാൻ റെഡ്യൂസ് ദ ഡിപ്പെൻഡ്സ് ഓൺ ആൻറ്റിബയോട്ടിക്സ്. ഓക്കെ, ആൻറ്റിബയോട്ടിക്സിൻ്റെ ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ പറ്റും. ആൻറ്റിബയോട്ടിക്സിൻ്റെ ഡിപ്പെൻഡൻസി കുറച്ചാൽ എന്തായിരിക്കും ബാക്ടീരിയാസ്, ഡ്രഗ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ടാകുന്നത് കുറയ്ക്കാൻ പറ്റും. കാരണം നമ്മൾ ഒരുപാട് ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നത് മൂലം എന്താണ് ഈ ബാക്ടീരിയാസൊക്കെ ഈ ആൻറ്റിബയോട്ടിക്കിനായിട്ട് എന്താണ് റെസിസ്റ്റ് ആവാൻ തുടങ്ങും. ഓക്കെ, ഡ്രഗ് റെസിസ്റ്റ് ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇത് യൂസ് ചെയ്യുന്ന മൂലം എന്താണ് നമ്മളിപ്പോൾ ഈ PCV അല്ലെങ്കിൽ എന്താണ് ഇമ്മ്യൂണിക്കൽ കോൺജുഗൽ വാക്സിൻസ് യൂസ് ചെയ്യുന്ന മൂലം എന്ത് സംഭവിക്കും, ഒരുപാട് ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക്. സോ അതുവഴി എന്താണ് ബാക്ടീരിയാസ് എന്താവത്തില്ല, ഡ്രഗ് റെസിസ്റ്റൻ്റ് ആവാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. സോ അതും എന്തായിരിക്കും റൈറ്റ് ആയിട്ടുള്ള ആൻസറാണ്. അപ്പോൾ ആൻസർ വരുന്നത് എന്തായിരിക്കും ഓപ്ഷൻ ബി ആണ്. 1 and 2 ഓൺലി ആയിരിക്കും. ഓക്കെ, സോ അതാണ് ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻസിനെ പറ്റി പറയുന്നത്. നെക്സ്റ്റ് 46. In India, the term public key infrastructure is used in the context of digital security infrastructure, food security infrastructure, healthcare and education infrastructure, telecommunication and transport infrastructure. അപ്പോൾ അഗെയിൻ ഡിജിറ്റലായിട്ട് ബന്ധപ്പെട്ട് പബ്ലിക് കീ ഇൻഫ്രാസ്ട്രക്ചർ ഏതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഡിജിറ്റൽ സെക്യൂരിറ്റി ഇൻഫ്രാസ്ട്രക്ചറായിട്ട് വരുന്നതാണ്. ബാക്കി ഒന്നുമല്ല, ഫുഡ് സെക്യൂരിറ്റിയോ അതുപോലെ ഹെൽത്ത് കെയറോ ടെലികമ്മ്യൂണിക്കേഷനോ അല്ല വരുന്നത്. പബ്ലിക് കീ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഡിജിറ്റൽ സെക്യൂരിറ്റി ഇൻഫ്രാസ്ട്രക്ചറായിട്ട് വരുന്നതാണ്. ഓക്കെ, സോ ഡിജിറ്റൽ വേൾഡിൽ യൂസ് ചെയ്യുന്നതാണ്. എന്തിനൊക്കെ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യാൻ? ഇൻവോൾവ്സ് എ സിസ്റ്റം ഓഫ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് then certificate authority and registered authorities that verify and authenticate the validity of each party involved in an electronic transaction.
ഓക്കെ, പ്രധാനപ്പെട്ട എയിം എന്താണ്? ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ ഡിജിറ്റൽ അതോറിറ്റീസ് ആൻഡ് രജിസ്റ്റേർഡ് അതോറിറ്റീസ് ദാറ്റ് വെരിഫൈ ആൻഡ് ഓത്തൻറ്റിക്കേറ്റ് ദ വാലിഡിറ്റി ഓഫ് ഈച്ച് പാർട്ടി ഇൻവോൾവ് ഇൻ ആൻ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ. അതാണ് ഏതെന്ന് പറയുന്നത്? ഈ പബ്ലിക് കീ ഇൻഫ്രാസ്ട്രക്ചർ വരുന്നത്. സോ അത് റിലേറ്റഡ് ടു ഡിജിറ്റൽ സെക്യൂരിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഓക്കെ, സോ അതാണ് 46ാമത്തെ ക്വസ്റ്റ്യൻ. എഗെയിൻ ഫാക്റ്റ് ആണ്, നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. നെക്സ്റ്റ് 47. Which one of the following statements are correct regarding the general differences between plant and animal cells? Plant cells ഉം animal cells ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചേക്കുന്നത്. Plant cells have a cellulose walls whilst animal cells do not. Plant cells do not have a plasma membrane unlike animal cells which do. Mature plant cells has one large vacuole whilst animal cell has many small vacuoles. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ് പ്ലാന്റ് സെൽസ് ഹാവ് സെല്ലുലോസ് സെൽ വാൾസ് വൈൽസ് ആനിമൽ സെൽസ് ഡു നോട്ട്. ഓക്കെ, ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം പ്ലാന്റ് സെല്ലിന് എന്താണ് സെല്ലുലോസ് സെൽ വാൾ ഉണ്ട്, ബട്ട് ആനിമൽ സെൽസിന് എന്താണ് ഇതില്ല. പ്ലാന്റ് സെൽസിന് എന്താണ് ഒരു സ്ട്രക്ചറൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. സ്ട്രക്ചറൽ സപ്പോർട്ടായിട്ട് എന്താണ് ഈ സെല്ലുലോസ് സെൽ വാൾ ആക്ട് ചെയ്യുന്നുണ്ട്, ബട്ട് ആനിമൽ സെൽസിന് എന്താണ് ഇത് ഇല്ല. ഓക്കെ, സോ അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആനിമൽ സെൽസിന് സെല്ലുലോസ് സെൽ വാൾസ് ഇല്ല. ദെൻ സെക്കൻഡ് പറയുന്നത് പ്ലാന്റ് സെൽസ് ഡു നോട്ട് ഹാവ് പ്ലാസ്മ മെംബ്രെയിൻ അൺലൈക്ക് ആനിമൽ സെൽസ് വിച്ച് ഡു. ഓക്കെ, പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ്. കാരണം പ്ലാന്റ് സെൽസിലായാലും ആനിമൽ സെൽസിലായാലും രണ്ടുപേർക്കും എന്താണ് സെൽ മെംബ്രെയിൻ ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ പ്ലാന്റ് സെൽസ് അതുപോലെ ആനിമൽ സെൽസ് രണ്ടുപേർക്കും എന്തുണ്ട്? പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് സെൽ മെംബ്രെയിൻ ഉണ്ട്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ്. സോ അത് തെറ്റാകുമ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം. ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്. 1 and 3 ഓൺലി ആണ്. മെച്ചൂർ പ്ലാന്റ് സെൽസ് ഹാസ് one large vacuole while animal cells has many small vacuoles. അതും എന്താണ് ശരിയാണ്. കാരണം ഒരു മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ് സെൽസിന് എന്താണ് ഒരു വലിയ വാക്യൂൾ ആണ്. അതായത് 90% ഓഫ് ദ സെൽ വോളിയം എന്തിലായിരിക്കും? ഇതിൽ ഒക്കുപ്പൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, 90% സെൽ വോളിയം എന്താണ് അത് ഒക്കുപ്പൈ ചെയ്യുന്നുണ്ട്. ദെൻ അനിമൽ സെൽസിലാണെങ്കിൽ എന്തായിരിക്കും? ചെറിയ സ്മോൾ വാക്യൂൾസ് ആയിരിക്കും, ആൻഡ് ദാറ്റ്സ് ഓൾസോ ടെമ്പററി ആയിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് അതും ശരിയാണ്. സോ ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും. 1 and 3 ഓൺലി ആയിരിക്കും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പ്ലാന്റ് സെൽസിനും അതുപോലെ അനിമൽ സെൽസിനും എന്താണ് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, സോ എല്ലാ ലിവിങ് ഓർഗാനിസിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ കോമ്പണൻ്റ് ആണ് എന്ന് പറയുന്നത് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. സോ അത് അറിയാമെങ്കിൽ നമുക്ക് എന്താണ് ആൻസറിലേക്ക് എത്താനായിട്ട് ഈസി ആയിരിക്കും. സോ ഓൾ ലിവിങ് സെൽസിന് ഒരു ഫണ്ടമെൻ്റൽ കോമ്പണൻ്റ് ഉണ്ട്. അതാണ് ഏതെന്ന് പറയുന്നത് ഈ പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താണ് അത് അനിമൽ സെൽസിനും ഉണ്ട്, അതുപോലെ പ്ലാന്റ് സെൽസിനും ഉണ്ട്. സോ അതുകൊണ്ട് അത് എലിമിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് ഡയറക്റ്റ് ഇട്ടാൽ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ദെൻ 48. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ റീസൺസ് ഓർ ഫാക്ടേഴ്സ് ഫോർ എക്സ്പോഷർ ടു ബെൻസീൻ പൊല്യൂഷൻ? സോ ബെൻസീൻ പൊല്യൂഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ഓട്ടോമൊബൈൽ എക്സോസ്റ്റ്, ഓപ്ഷൻ ബി ടൊബാക്കോ സ്മോക്ക്, ഓപ്ഷൻ സി വുഡ് ബേണിംഗ്, ഓപ്ഷൻ ഡി യൂസിങ് വാർണിഷ്ഡ് വുഡ് ഫർണിച്ചർ, സ്റ്റേറ്റ്മെൻറ്റ് 5 യൂസിങ് പ്രോഡക്ട്സ് മെയ്ഡ് ഓഫ് പോളി യൂറിത്തേൻ. സോ ഇതിൽ ഏതൊക്കെയാണ് ബെൻസീൻ പൊല്യൂഷന് കാരണമാകുന്നത്? ഓക്കെ, എഗെയിൻ അറിഞ്ഞിരുന്നാലേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ആദ്യത്തെ മൂന്നെണ്ണം, അതായത് ഓട്ടോമൊബൈൽ എക്സോസ്റ്റ്, ടൊബാക്കോ സ്മോക്ക്, വുഡ് ബേണിംഗ്, ഇത് മൂന്നുമാണ് എന്ത് പ്രധാനമായിട്ടും ബെൻസീൻ പൊല്യൂഷന് കാരണമാകുന്നത്. യൂസിങ് വാർണിഷ്ഡ് വുഡൻ ഫർണിച്ചറും അതേപോലെ എന്താണ് യൂസിങ് പ്രോഡക്ട്സ് മെയ്ഡ് ഓഫ് പോളി യൂറിത്തേനും, അത് രണ്ടും എന്താണ് വരുന്നില്ല. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആയിരിക്കും. 1, 2 and 3 ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ വാർണിഷ്ഡ് വുഡൻ ഫർണിച്ചർ ഉണ്ടാക്കിയാൽ നമുക്ക് അതുവഴി എന്തായിരിക്കും ബെൻസീൻ പൊല്യൂഷനെക്കാട്ടിയും കൂടുതൽ പ്രശ്നമാകുന്നത് എന്തായിരിക്കും? അത് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയിരിക്കും റിലീസ് ചെയ്യുന്നത്. വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയിരിക്കും അത് റിലീസ് ചെയ്യുന്നത്. അതുപോലെ യൂസിങ് പ്രോഡക്ട്സ് മെയ്ഡ് ഓഫ് പോളി യൂറിത്തേൻ ആണെങ്കിൽ എന്തായിരിക്കും അത് കൂടുതലും ചില കെമിക്കൽസ് റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സർട്ടൻ കെമിക്കൽസ് ആയിരിക്കും അത് റിലീസ് ചെയ്യുന്നത്. സോ അത് രണ്ടുമല്ല, ബാക്കി ഓട്ടോമൊബൈൽ എക്സോസ്റ്റ് ആയാലും ടൊബാക്കോ സ്മോക്ക് ആയാലും വുഡ് ബേണിംഗ് ആയാലും ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ബെൻസീൻ പൊല്യൂഷന് കാരണമാകുന്നത്. ഓക്കെ, ദെൻ ആൾസോ ബെൻസീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബെൻസീനെ പറ്റി നോക്കുകയാണെങ്കിൽ എന്താണ് ഇറ്റ്സ് എ കളർലെസ് ലൈറ്റ് യെല്ലോ ലിക്വിഡ് ആണ്. ഓക്കെ, കളർലെസ് ഓർ ലൈറ്റ് യെല്ലോ ലിക്വിഡ്, ലൈറ്റ് യെല്ലോ ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. ഓക്കെ, ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. ഓക്കെ, സോ ആൻഡ് ആൾസോ ഇറ്റ് സ്ലൈറ്റ്ലി സോലുബിൾ ഇൻ വാട്ടർ ആയിരിക്കും. സ്ലൈറ്റ്ലി soluble in water and also they are highly flammable. ബെൻസീൻ എന്ന് പറയുന്നത് ഹൈലി ഫ്ലെയിമബിൾ ആണ്. ഹൈലി ഫ്ലെയിമബിൾ ആണ് ബെൻസീൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ബെൻസീനെ പറ്റിയുള്ള ചെറിയത്. പിന്നെ പ്രധാനപ്പെട്ട നോൺ കാർസിനോജൻ ആണിത്. ബെൻസീൻ ക്യാൻ കോസ് ക്യാൻസർ.
ഓക്കെ, സോ അതൊക്കെയാണ് ഇതിൽ വരുന്നത്. സോ 48ാമത്തെ ക്വസ്റ്റ്യൻ അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ് വരുന്നത്. 1, 2 and 3 ഓൺലി ആയിരിക്കും. ഓക്കെ, ബാക്കി രണ്ടെണ്ണം എന്താണ്? ബെൻസിൻ പൊല്യൂഷനുമായിട്ട് റിലേറ്റ് ആയിട്ട് വരുന്നില്ല. നെക്സ്റ്റ് 49. If another global financial crisis happens in the near future, which of the following actions or policies are most likely to give us some immunity to India? Okay, so ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിന് ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ താഴെ പറയുന്ന ഏതൊക്കെയായിരിക്കും ഇന്ത്യക്ക് ഒരു ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നത്, ഫിനാൻഷ്യൽ ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നത് ഏതൊക്കെയായിരിക്കും, ഏതൊക്കെ ആക്ഷൻ പോളിസീസ് ആണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ, നോ ഡിപ്പെൻഡിങ് ഓൺ ഷോർട്ട് ടൈം ഫോറിൻ ബോറോയിങ്സ്. സെക്കൻഡ് വൺ, ഓപ്പണിംഗ് അപ്പ് ടു മോർ ഫോറിൻ ബാങ്ക്സ്. തേർഡ് വൺ, മെയിൻറ്റെയിനിങ് ഫുൾ ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി. അപ്പോൾ ഇതിൽ ഏതൊക്കെയായിരിക്കും ഇന്ത്യക്ക് ഒരു ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. ഫസ്റ്റ് പറയുന്നത് എന്താണ്? നോ ഡിപ്പെൻഡിങ് ഓൺ ഷോർട്ട് ടൈം ഫോറിൻ ബോറോയിങ്സ്. ഓക്കെ, ഇപ്പോൾ ഷോർട്ട് ടൈം ഫോറിൻ ബോറോയിങ്സ് അതിനെന്താണ്? ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. സോ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ത് സംഭവിക്കും? നമുക്ക് റെഡ്യൂസ് ഇമ്മീഡിയറ്റ് ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇമ്മീഡിയറ്റ് എന്തെങ്കിലും ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ വന്നാൽ എന്താണ്? അത് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. റെഡ്യൂസ് ഇമ്മീഡിയറ്റ് ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ്. സോ അതുകൊണ്ട് എന്തായിരിക്കും? നമുക്ക് ലെസ് പ്രഷറേ വരത്തുള്ളൂ. ഓക്കെ, ഷോർട്ട് ടൈം അല്ല, നമ്മൾ ഷോർട്ട് ടൈം എടുക്കുന്നില്ല. ഷോർട്ട് ടൈമാണ് എടുക്കുന്നത് നമുക്ക് എന്താണ്? പെട്ടെന്ന് പൈസ അടയ്ക്കേണ്ടി വരുന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഷോർട്ട് ടൈം എടുത്തില്ലെങ്കിൽ എന്തായിരിക്കും? നമുക്ക് അവിടെ എന്താണ്? പേ ബാക്ക് ചെയ്യാനുള്ള പ്രഷർ കുറയും. സോ ലെസ് പ്രഷർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ലെസ് പ്രഷർ ടു പേ ബാക്ക് ഫോറിൻ ഡെപ്റ്റ്. ഓക്കെ, കാരണം നമുക്ക് ഷോർട്ട് ടൈമിൽ അടച്ചു തീർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഷോർട്ട് ടൈം എടുത്തിട്ടില്ല. സോ അതുകൊണ്ട് നമുക്ക് എന്താണ്? ഷോർട്ട് ടൈമിൽ അടച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ടൈമുണ്ട്. സോ അതുകൊണ്ട് എന്തായിരിക്കും? ലെസ് പ്രഷർ ആയിരിക്കും. തിരിച്ച് പേ ചെയ്യുന്നതിന് ലെസ് പ്രഷർ ആയിരിക്കും. ആൻഡ് ഓൾസോ അതുകൊണ്ട് എന്തായിരിക്കും? നമ്മളെ എക്കോണമിയിൽ അതൊരു ഇൻസുലേറ്റിംഗ് ആയിട്ട് പ്രവർത്തിക്കും. സോ ഇൻസുലേറ്റിംഗ് ദ എക്കോണമി. സോ അതാണ് അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഏതാണ്? നോട്ട് ഡിപ്പെൻഡിങ് ഓൺ ഷോർട്ട് ടൈം ഫോറിൻ ബോറോയിങ്സ്. അപ്പോൾ ഷോർട്ട് ടൈം ഫോറിൻ ബോറോയിങ്സ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തില്ലെങ്കിൽ എന്താണ്? നമുക്ക് തിരിച്ച് അടയ്ക്കേണ്ട, പേ ബാക്ക് ചെയ്യുന്നതിന് എന്താണ്? നമുക്ക് ടൈമുണ്ട്. നമുക്ക് എന്താണ്? ഭയങ്കര ധൃതി കാര്യങ്ങളൊന്നുമില്ല. സോ അതുകൊണ്ട് എന്താണ്? നമുക്ക് നമ്മുടെ എക്കോണമിക്ക് എന്തായിരിക്കും? അതൊരു ഇൻസുലേറ്റിംഗ് ആയിട്ട് നിൽക്കും. സോ നമുക്ക് എന്താണ്? അവിടെ ടൈമുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും? എന്തായാലും നല്ലൊരു വേ ആയിരിക്കും, നല്ലൊരു പോളിസി ആയിരിക്കും. നോട്ട് ഡിപ്പെൻഡിങ് ഓൺ ഷോർട്ട് ടൈം ഫോറിൻ ബോറോയിങ്സ് വരുന്നത്. സോ ഒന്നുള്ള ആൻസർ മാത്രം എടുക്കുക. ദെൻ 3 നമുക്ക് അപ്പോഴേ എലിമിനേറ്റ് ചെയ്യാം. സെക്കൻഡ് പറയുന്നത് എന്താണ്? ഓപ്പണിംഗ് അപ്പ് ടു മോർ ഫോറിൻ ബാങ്ക്സ്. ഓക്കെ, ഇപ്പോൾ രണ്ടാമത് പറയുന്നത് ഓപ്പണിംഗ് അപ്പ് ടു മോർ ഫോറിൻ ബാങ്ക്സ്. ഓക്കെ, സോ നമ്മൾ എന്താണ്? മോർ ഫോറിൻ ബാങ്ക്സിന് എന്താണ്? ഓപ്പണിംഗ് ചെയ്യാണ്. സോ ഇത് ഒരു ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിലാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ആലോചിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഫോറിൻ ബാങ്ക്സ് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ലെൻഡിങ് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ഫോറിൻ ബാങ്ക്സ് എന്ത് ചെയ്യും? റെഡ്യൂസ് ലെൻഡിങ്. ഫോറിൻ ബാങ്ക്സ് അവരുടെ ലെൻഡിങ് റെഡ്യൂസ് ചെയ്യും. ആ ലെൻഡിങ് റെഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്തായിരിക്കും? അവർ ക്രോസ് ബോർഡർ ആയിട്ടുള്ള ബാങ്കിങ് ആക്ടിവിറ്റീസ് റെഡ്യൂസ് ചെയ്യാൻ നോക്കും. ഓക്കെ, ക്രോസ് ബോർഡർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അവർ റെഡ്യൂസ് ചെയ്യും. സോ അതുവഴി എന്തായിരിക്കും? ക്രോസ് ബോർഡർ ബാങ്കിങ് ആക്ടിവിറ്റീസ് റെഡ്യൂസ് ആവും. ബാങ്കിങ് ആക്ടിവിറ്റീസ് റെഡ്യൂസ് ആവും. ഓക്കെ, സോ ഓപ്പണിംഗ് അപ്പ് ടു മോർ ഫോറിൻ ബാങ്ക്സ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? നോർമലി അവർ എന്താണ് ചെയ്യുന്നത്? റെഡ്യൂസിങ് ലെൻഡിങ് ചെയ്യും. സോ അങ്ങനെ ലെൻഡിങ് റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ക്രോസ് ബോർഡർ ലെൻഡിങ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എന്താണ്? ബാങ്കിങ് ആക്ടിവിറ്റീസ് അവിടെ കുറയും. സോ അത് എന്തിന് ഫലമാക്കുന്നുണ്ട്? നമുക്ക് ഇവിടെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളായാലും അല്ലെങ്കിൽ എന്താണ് മാർക്കറ്റ് എൻറ്റിറ്റീസ് ആയാലും എല്ലാം എന്താണ്? വിത്ഡ്രോ ചെയ്യാനുള്ള കാരണമാവും. സോ വിത്ഡ്രോയിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ലിമിറ്റിംഗ് ന്യൂ മാർക്കറ്റ്. ഓക്കെ, സോ ഓൾറെഡി ഒരു ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഇരിക്കുന്ന ടൈമിൽ നമുക്കുള്ള ഐറ്റംസും കൂടെ നമുക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം വിഡ്രോ ചെയ്തുകൊണ്ട് പോവുകയും അപ്പോൾ ന്യൂ മാർക്കറ്റിനുള്ള സ്പേസ് കുറയുകയും ചെയ്യുകയാണ്. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്? അവിടെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവത്തേ ഉള്ളൂ. ഓക്കെ, സോ പ്രഷർ ഉണ്ടാവത്തേ ഉള്ളൂ. സോ അതുകൊണ്ട് എന്തായിരിക്കും? ഓപ്പണിംഗ് അപ്പ് ടു മോർ ഫോറിൻ ബാങ്ക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഓപ്പണിംഗ് അപ്പ് ടു മോർ ഫോറിൻ ബാങ്ക്സ് ചെയ്താൽ അവരെന്തായിരിക്കും? നോർമലി ഈ ഒരു ക്രൈസിസ് വരുമ്പോൾ അവർ ലെൻഡിങ് റെഡ്യൂസ് ചെയ്യുകയുള്ളൂ. അങ്ങനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ക്രോസ് ബോർഡർ ബാങ്കിങ് ആക്ടിവിറ്റീസ് കുറയാനായിട്ട് ചാൻസ് ആവും.
അങ്ങനെ ചെയ്താൽ എന്തായിരിക്കും അതിൻ്റെ ഫലമായിട്ട് ഉള്ള കമ്പനികളെല്ലാം എന്താണ് ഇവിടുന്ന് വിഡ്രോ ചെയ്തുകൊണ്ട് പോകും. നമ്മുടെ നാട്ടിൽ എന്താണ് വിഡ്രോ ചെയ്തുകൊണ്ട് പോകും. ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം എന്താണ് വിഡ്രോ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ എന്താണ് പുതിയ മാർക്കറ്റിംഗ് കാര്യങ്ങളൊന്നും വരത്തുമില്ല. സോ അത് നമുക്ക് പ്രഷർ കൂട്ടാനായിട്ട് കാരണമാവത്തേ ഉള്ളൂ. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ എന്തായിരിക്കും, എന്തായാലും വരത്തില്ല. ഓക്കെ, സോ 2 നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, 1 and 2. സോ എഗെയിൻ നമുക്ക് ആൻസർ കിട്ടി. ഏതായിരിക്കും? ഓപ്ഷൻ എ 1 only മാത്രമായിരിക്കും, 3യും വരത്തില്ല. മെയിൻറ്റെയിനിങ് ഫുൾ ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റിയും അതിൽ ഇൻക്ലൂഡ് ആവത്തില്ല. ഓക്കെ, കാരണം നമ്മളിപ്പം ഫുൾ ക്യാപിറ്റൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടെ റെസ്ട്രിക്ഷൻസ് ഇല്ല. ഡൊമസ്റ്റിക് കറൻസിയെ കൺവേർട്ട് ചെയ്യുന്നതിൽ എന്താണ് റെസ്ട്രിക്ഷൻസ് വരുന്നില്ല. നോ റെസ്ട്രിക്ഷൻസ് ഓൺ converting domestic currency into foreign currency. Okay, അതിനാണ് എന്തെന്ന് പറയുന്നത് മെയിൻറ്റെയിനിങ് ഫുൾ ക്യാപിറ്റൽ അക്കൗണ്ട് കൺവെർട്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫുൾ ക്യാപിറ്റൽ അക്കൗണ്ട് കൺവെർട്ടബിലിറ്റി പറയുന്നത്. അപ്പോൾ അതായത് എന്താണ്, നമ്മുടെ ഡൊമസ്റ്റിക് കറൻസി എന്താണ് ഫോറിൻ കറൻസിയിലേക്ക് കൺവെർട്ട് ചെയ്യുന്നതിൽ ഒരു റെസ്ട്രിക്ഷൻസും അവിടെ വരുന്നില്ല. അങ്ങനെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഇറ്റ് അലോ ഫോർ ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഇറ്റ് ക്യാൻ ലെറ്റ് ടു ദ ഇൻക്രീസ്ഡ് വൾണറബിലിറ്റി ഡ്യൂറിങ് എക്കണോമിക് ക്രൈസിസ്. അപ്പോൾ അങ്ങനെ വന്നാൽ എന്തായിരിക്കും, അത് ഫ്രീ ക്യാപിറ്റൽ മൂവ്മെൻറ്റ്സിന് കാരണമാവുകയും അതെന്താണ് നമ്മുടെ എക്കണോമിക് വൾണറബിലിറ്റി കൂട്ടുകയും ചെയ്യുകയുള്ളൂ. സോ അതുകൊണ്ട് എന്താണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ എ 1 only ആയിരിക്കും. നമ്മൾ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും, നോട്ട് ഡിപ്പെൻഡിങ് ഓൺ ഷോർട്ട് ടൈം ഫോറിൻ ബോറോയിങ്സ് ആയിരിക്കും റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് 49ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്നത്തെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് 50ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് യു വിഡ്രോ 1 lakh in cash from your demand deposit account at your bank, the immediate effect on the aggregate money supply in the economy will be to reduce it by 1 lakh, to increase it by 1 lakh, to increase it by more than 1 lakh, to leave it unchanged. അഗെയിൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ചോദിച്ചിരുന്നത് എന്താണ്, അഗ്രിഗേറ്റ് മണി സപ്ലൈയിൽ എന്ത് ചേഞ്ച് ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരുന്നത്. അഗ്രിഗേറ്റ് മണി സപ്ലൈ എന്ന് വെച്ചാൽ എന്താണ്, സ്പെസിഫിക്കലി മെഷേർഡ് M1. ഓക്കെ, M1 എന്നാണ് പറയുന്നത് അഗ്രിഗേറ്റ് മണി സപ്ലൈ, അല്ലെങ്കിൽ നമുക്ക് അതിനെന്തെന്ന് പറയാം, M1 അല്ലെങ്കിൽ നാരോ മണി എന്ന് പറയാം. ഓക്കെ, നാരോ മണി. അപ്പോൾ ഇതെന്ന് പറയുന്നത്, ഈ നാരോ മണി എന്ന് പറയുന്നത് എന്തൊക്കെ ചേർന്നാണ് വരുന്നത്, നമ്മുടെ പബ്ലിക്കിലുള്ള കറൻസി. ഓക്കെ, കറൻസി വിത്ത് പബ്ലിക് ആൻഡ് കറൻസി വിത്ത് പബ്ലിക്. അതേതായിരിക്കും, ഫിസിക്കലായിരിക്കും. ഓക്കെ, ഫിസിക്കൽ ക്യാഷ് ആയിരിക്കും. അതാണ് കറൻസി വിത്ത് പബ്ലിക് എന്ന് പറയുന്നത്. സോ ഈ കറൻസി വിത്ത് പബ്ലിക്കും അതുകൂടാതെ നമ്മൾ ബാങ്കിൽ ഇട്ടിട്ടുള്ള ഡിമാൻഡ് ഡെപ്പോസിറ്റും DDയും, ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ബാലൻസ്. സോ ഇത് രണ്ടും ചേരുമ്പോഴാണ് എന്ത്, ഈ നാരോ മണി അല്ലെങ്കിൽ അഗ്രിഗേറ്റ് മണി എന്ന് പറയുന്നത്, മണി സപ്ലൈ എന്ന് പറയുന്നത്. സോ കറൻസി വിത്ത് പബ്ലിക്, അതായത് ഫിസിക്കൽ ക്യാഷും അതുപോലെ നമ്മൾ ബാങ്കിൽ ഇട്ടിട്ടുള്ള DD, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ബാലൻസ്, അത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഏതെന്ന് പറയുന്നത് ഈ അഗ്രിഗേറ്റ് മണി എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്, വിഡ്രോ 1 lakh ഇൻ ക്യാഷ് ഫ്രം യുവർ ഡിമാൻഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട്. അപ്പോൾ എന്താണ്, നമ്മൾ 1 lakh എന്താണ് വിഡ്രോ ചെയ്യുകയാണ്. സോ വിഡ്രോ 1 lakh ഫ്രം DD. അപ്പോൾ DD നമ്മൾ 1 lakh വിഡ്രോ ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഈ DD നമ്മൾ വിഡ്രോ ചെയ്ത് എടുത്തിട്ട് അത് എവിടെയാണ് കൊണ്ടുവരുന്നത്, DD നമ്മൾ നോർമലി വിഡ്രോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, DDന്ന് ഒരു 1 lakh കുറയുന്നുണ്ട്. ഓക്കെ, ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്താണ് ഡിക്രീസ്ഡ് ബൈ 1 lakh. ഓക്കെ, DDന്ന് 1 lakh കുറയുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം എന്ത് സംഭവിക്കുന്നു, ഈ DDന്ന് എടുത്താൽ പിന്നെ എങ്ങോട്ടാണ് വരുന്നത്, പബ്ലിക്കിൻ്റെ കയ്യിലാണ്, അല്ലെങ്കിൽ പബ്ലിക് ക്യാഷ് ആയിട്ടാണ് വരുന്നത്. സോ കറൻസി വിത്ത് പബ്ലിക് എന്തായിരിക്കും, ഇൻക്രീസ് ചെയ്യുകയാണ്. കറൻസി വിത്ത് പബ്ലിക് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എത്രയായിട്ട്, 1 lakh ആയിട്ട്. കാരണം ഇവിടെ നിന്ന് നമ്മൾ DDന്ന് 1 lakh എടുത്ത് അത് എന്താണ് കയ്യിൽ വയ്ക്കുന്നുണ്ട്. സോ കറൻസി വിത്ത് പബ്ലിക് ഇൻക്രീസ് ചെയ്യുകയും DDന്ന് എന്താണ് 1 lakh കുറയുകയും ചെയ്യുന്നു. പക്ഷേ പബ്ലിക്കിൻ്റെ എന്താണ് 1 lakh കൂടുന്നുണ്ട്. സോ അവിടെ എന്താണ് ഉണ്ടായത്, പ്രത്യേകിച്ച് ഒരു ചേഞ്ചും ഉണ്ടായില്ല. കാരണം അവിടെ നിന്ന് മാറിയത് ഇപ്പുറത്ത് വന്നു. ഓക്കെ, സോ അവിടെ നമുക്ക് എന്താണ് ഈ നമ്മുടെ അഗ്രിഗേറ്റ് മണി സപ്ലൈ എന്താണ് ഒരു ചേഞ്ചും ഉണ്ടായില്ല. കാരണം അഗ്രിഗേറ്റ് മണി സപ്ലൈ എന്ന് പറയുന്നത് കറൻസി വിത്ത് പബ്ലിക്കും DDയും കൂടെ രണ്ടും കൂടെ ചേർന്നതാണ്. അപ്പോൾ DDന്ന് പൈസ എടുത്ത് അതെന്താണ് ഫിസിക്കലായിട്ട് കയ്യിൽ വന്നു. സോ അവിടെ എന്താണ് 1 ലക്ഷം അവിടെ നിന്ന് എടുത്ത് ആ 1 ലക്ഷം ഇവിടെ ഉണ്ട്. ടോട്ടലി നമുക്ക് 1 ലക്ഷം ഒന്നും ഉണ്ടായിരുന്നത്, അത് DD കിടക്കുന്നു, അതെടുത്ത് എന്താണ് കയ്യിൽ മാറ്റി. സോ അവിടെ എന്താണ് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരുന്നില്ല. സോ ആൻസർ അപ്പോൾ ഏതായിരിക്കും,
ടു ലീവ് ഇറ്റ് അൺചേഞ്ച് ആയിരിക്കും. ഓക്കെ, അൺചേഞ്ച്ഡ് ആയിരിക്കും. കാരണം എക്കോണമിയിൽ എന്താണ് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും അവിടെ ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. കാരണം നമ്മൾ 1 lakh വിഡ്രോ ചെയ്യുന്നു ഡി ഡിയിൽ നിന്ന്, അത് എങ്ങോട്ട് വരുന്നുണ്ട്, അത് നേരെ അപ്പം ഡി ഡിയിൽ 1 lakh കുറയുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഫിസിക്കൽ ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കയ്യിൽ എന്തായിരിക്കും കറൻസി വിത്ത് പബ്ലിക് എന്തായിരിക്കും 1 lakh ആയിട്ട് കൂടുന്നുണ്ട്. സോ രണ്ടും കൂടെ ചേരുമ്പോൾ എന്താണ് അവിടെ ഡിഫറൻസ് വരുന്നത്, ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. കാരണം 1 lakh അവിടെ നിന്ന് എടുത്ത് 1 lakh കയ്യിലുണ്ട്. സോ ദർ ഇസ് നോ ചേഞ്ച്. സോ ദ എക്കോണമി വിൽ ബി ലീവ് ഇറ്റ് അൺചേഞ്ച്ഡ്. ഓക്കെ, അതായിരിക്കും ആൻസർ വരുന്നത്. അൻപാത്ത ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, സോ അത് എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് കൺസെപ്റ്റ് യൂസ് ചെയ്താൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി ഒരു 50 ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് സെക്ഷനിൽ അടുത്ത 25 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അതോടുകൂടി ദെൻ എഗെയിൻ ഒരു 25 ക്വസ്റ്റ്യൻസും കൂടെ ആകുമ്പോൾ 2020 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ആക്കും. ഓക്കെ, സോ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിലേക്ക് അറിയിക്കാവുന്നതാണ്. താങ്ക് യു. We offer well-equipped reading rooms for students. Reading room and premium reading room. Our facilities are comfortable and executive chairs, inbuilt lockers, Wi-Fi, newspapers, periodicals, and a fully air-conditioned, peaceful environment and CCTV secured. Additional facilities include clean drinking water, a separate lunch area, and a game zone, chess and carom, for relaxation. For admission, contact us on 9094485485 Trivandrum.